പുറന്തള്ളൽ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടി ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഒരേ സ്വരത്തിൽ തന്നെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒന്നിച്ച് നീങ്ങണം എന്നത് തന്നെയാണ് സർക്കാരിൻ്റെയും അഭിപ്രായം. ചില സംസ്ഥാനങ്ങൾക്ക്, ആസാം പോലുള്ള സംസ്ഥാനങ്ങൾക്ക്, മഹാരാഷ്ട്രയ്ക്കൊക്കെ അത്തരം പരിഗണന കൊടുക്കുമ്പോഴും കേരളത്തിന് ആ പരിഗണന നൽകാൻ തയ്യാറായിട്ടില്ല. അത് തന്നെ പ്രകടമായിട്ടുള്ളൊരു വിവേചനമാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന് തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ നിയമോപദേശം തേടിയിട്ട് ബാക്കി തുടർ നടപടികളിലേക്ക് പോകും. The end result was Congress lost the Haryana election by 22,000 votes. To give you a sense of how close it actually became. So now let's go to the proof. Who is this lady? How old is she? Which state does she come from? What's her name? Is she from Haryana? You sure? You're absolutely sure she's not from Haryana? Okay, but she votes 22 times in Haryana. And she votes in 10 different booths in Haryana. She's got multiple names. Seema, Sweetie, Saraswati. She's a Brazilian model. That's a stock photograph. And she is one of 25 lakh such records in Haryana. നമസ്കാരം. രാജ്യം മുഴുവൻ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാനുള്ള മോഹങ്ങൾക്ക് തിരിച്ചടി നേരിട്ടപ്പോൾ BJP അധികാര കൊതി തീർക്കാൻ പുതിയ കുറുക്കുവഴി തേടുന്നുണ്ടോ? വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്ന ഓമന പേരിൽ നടപ്പാക്കുന്ന SIR പൗരത്വ രജിസ്റ്ററിൻ്റെ ഒളിച്ചുകടത്തലാണോ? ആശങ്കകൾക്ക് ബലം നൽകി ബീഹാറിൽ SIR നടപ്പിലാക്കിയപ്പോൾ മാത്രം വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരാണ് പുറത്തായത്. ഇത് യാദൃച്ഛികമല്ല. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ BJPക്ക് അധികാരം പിടിക്കാൻ എങ്ങനെ തുണയായി എന്ന ഞെട്ടിക്കുന്ന കഥകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ SIRന് പിന്നിലെ ഗൂഢലക്ഷ്യവും വ്യക്തമാകുന്നുണ്ട്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ ബൂത്ത് ലെവൽ ഓഫീസർമാരെ ഉപയോഗിച്ച് തിരക്കിട്ട് SIR നടപ്പാക്കാൻ ശ്രമിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണോ എന്നാണ് ചിലർ സംശയിക്കുന്നത്. എന്യൂമറേഷൻ ഫോം മാത്രം പൂരിപ്പിച്ചാൽ മതി, തെളിവുകൾ വേണ്ട എന്നൊക്കെയുള്ള കളവ് പ്രചാരണങ്ങൾ കണ്ണിൽ പൊടിയിടാൻ ആണ് എന്നാണ് വിമർശനം. ഫോമുകൾ പരിശോധിക്കുന്ന അടുത്ത മാസം മുതൽ തെളിവുകൾ ഹാജരാക്കാനുള്ള നോട്ടീസുകൾ കൂട്ടത്തോടെ വരുമ്പോൾ സാധാരണ ജനങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടാനാണ് സാധ്യത. ഈ നിർണായക ഘട്ടത്തിൽ ഇത്തരം നീക്കങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കില്ലേ? ആസാമിലടക്കം SIR നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യം ഈ പദ്ധതിയുടെ അപകടം വിളിച്ചു പറയുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ട് ബാങ്കുകൾ തകർത്ത് രാജ്യത്തെ ഒരു പാർട്ടി ഭരണത്തിന് കീഴിലാക്കാനുള്ള സംഘപരിവാർ അജണ്ടയാണ് ഇതിന് പിന്നിൽ എന്ന് പ്രതിപക്ഷം തുറന്നടിക്കുന്നു. NRC തകർന്നപ്പോൾ അവർ ലക്ഷ്യമിട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ? ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കി കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടുത്തി കമ്മീഷൻ്റെ നിയമന സമിതിയെ ഉടച്ചു വാർത്തതോടെ SIRലേക്കുള്ള വാതിൽ മലർക്കെ തുറക്കപ്പെടുകയായിരുന്നു. ജനാധിപത്യത്തിൻ്റെ കാവലാളായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കളിയാക്കി നോക്കുകുത്തിയാക്കി BJP അവരുടെ രാഷ്ട്രീയം കളിക്കുന്നു. കേരളത്തിൽ SIR ഒളിച്ചു കടത്താൻ നോക്കുന്ന ഈ തന്ത്രങ്ങൾ ഭരണപ്രതിപക്ഷ ഭേദമന്യേ ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുന്നു. LDFും UDFും ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന ആശങ്കകൾ കേൾക്കാതെ പോകുന്നത് ആർക്കു വേണ്ടിയാണ്? ജനാധിപത്യത്തിൻ്റെ കഴുത്തിൽ കത്തിവെക്കാൻ ശ്രമിക്കുന്ന ഈ നീക്കത്തിനെതിരെ വോട്ടർമാർ എന്ത് നിലപാടെടുക്കും? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത് ഈ വിഷയങ്ങളാണ്. SIR കേരളത്തിൽ ഉയർത്തുന്ന ആശങ്കകൾ എന്ത്? ഈ തന്ത്രങ്ങൾക്കെതിരെ ഭരണപ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കുമോ? SIRനോട് യെസ് പറയാൻ ആകാത്തത് എന്തേ? ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് മുൻ ലോക്സഭാംഗം ഡോക്ടർ എ സമ്പത്ത്, കോൺഗ്രസ് വക്താവ് പ്രൊഫസർ റോണി കെ ബേബി, BJP വക്താവ് സുമിത് ജോർജ്, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ PDT ആചാര്യയും അല്പസമയം നമ്മളോടൊപ്പം തുടക്കത്തിലുണ്ടാകും. ശ്രീ PDT ആചാര്യയിലേക്ക് തന്നെ ആദ്യം പോവുകയാണ്. ശ്രീ PDT ആചാരി, രണ്ട് വ്യത്യസ്തമായ ചിത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു ഭാഗത്ത് ഇന്ന് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച ഈ ഹരിയാനയിലെ പ്രശ്നമാണ്. അവിടെ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണ് അധികം ആളുകൾ കടന്ന് എത്തിയിരിക്കുന്നത്, ഒരേ പേരിൽ ആളുകൾ വരുന്നത്, ബ്രസീലിയൻ മോഡൽ ഉൾപ്പെടെ എത്തുന്നത്, ഒരേ സ്ത്രീയുടെ പേരിൽ ഒരുപാട് വോട്ടുകൾ ചെയ്യപ്പെടുന്നത്, ഒരേ വിലാസത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത്, വീട്ടു നമ്പർ 0 ആയിരിക്കുന്നവർ വോട്ട് ചെയ്യാനെത്തുന്നത്, ഇതൊക്കെ നമ്മളവിടെ കണ്ടു.
ബീഹാറിൽ SIRൻ്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് 50 ലക്ഷത്തോളം പേർ പുറത്താകുന്നത് കണ്ടു. മഹാരാഷ്ട്രയിൽ 50 ലക്ഷം പേർ അകത്തേക്ക് കയറുന്നു. അത് മറ്റൊരു വോട്ടർ പട്ടികയാണ്. ഇതൊക്കെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ വലിയ രീതിയിൽ ആശങ്കകൾ ഉയർത്തുമ്പോഴാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ SIR നടപ്പിലാക്കാനുള്ള തീവ്രമായ നിലപാടുമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് സർവകക്ഷി യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത് നിയമപരമായി ഇക്കാര്യത്തെ നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി നേരിടുന്നതിന് പുറമെ നിയമപരമായി ഇക്കാര്യത്തെ നേരിടുമ്പോൾ 2002 വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് പട്ടിക വെച്ചുകൊണ്ട് ഈ SIR ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ നോക്കിക്കാണുന്നത്? ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ 2003 റിവൈസ് ചെയ്തതിന് ശേഷം ഈ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ അന്ന് 2003 കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പിന്നെ ഇപ്പോൾ 2025 ഇത് നടത്തുന്നത്. ഇത് വളരെ വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. കാരണം ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇലക്ഷൻ കമ്മീഷന് ഈ ഒരു ഇൻറ്റൻസീവ് റിവിഷൻ നടത്താൻ ഉള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇപ്പോൾ നടത്തുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അതിലെന്തോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നാം ചിന്തിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ SIR എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ഈ 1950 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നോക്കിയാൽ അതിലാണ് ഈ റിവിഷൻ എന്ന് പറയുന്ന ആ ഒരു എക്സസൈസിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിലാണ്. അപ്പോൾ അവിടെ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞ് ഒരു റിവിഷനെ കുറിച്ച് പറയുന്നില്ല. ആ നിയമം അനുസരിച്ച് പ്രധാനമായിട്ട് 2 രീതിയിലുള്ള റിവിഷൻസ് ആണ് നടക്കുന്നത്. ഒന്ന്, ഇലക്ഷന് മുമ്പ്, അതായത് ഇലക്ഷനുമായിട്ട് ലിങ്ക് ചെയ്ത് നടത്തുന്ന ഒരു റിവിഷൻ. എവിടെയൊക്കെ ഇലക്ഷൻ ഉണ്ടോ, ജനറൽ ഇലക്ഷൻ, അസംബ്ലിക്കും പാർലമെൻറ്റിനും അതുപോലെ തന്നെ എവിടെയൊക്കെ ഇലക്ഷൻ ഉണ്ടോ ആ ഇലക്ഷനുമായിട്ട് ലിങ്ക് ചെയ്ത് ഉള്ള ഒരു റിവിഷൻ. അപ്പം അതിനു മുമ്പ്, ബിഫോർ ദി ജനറൽ ഇലക്ഷൻ എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത്, ഇലക്ഷനുമായിട്ട് ലിങ്ക് ചെയ്യാതെ നടത്തുന്ന ഒരു റിവിഷൻ. അതായത് അത് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേകമായ ഉത്തരവോടുകൂടി നടത്തുന്ന ഒരു റിവിഷൻ. ഞാൻ ഈ ആദ്യം പറഞ്ഞത് ഇപ്പോൾ ഇലക്ഷന് മുമ്പ് നടത്തുന്ന, ഇലക്ഷനുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു റിവിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മാൻഡേറ്ററി റിവിഷനാണ്, നടത്തിയിരിക്കണം എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ അതിനെന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാം. അതല്ലെങ്കിൽ അത് മാൻഡേറ്ററി ആയിട്ട് നടപ്പിലാക്കിയിരിക്കണം ആ ഒരു റിവിഷൻ ഇലക്ഷന് മുമ്പ്. പക്ഷേ ഈ ചട്ടങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇലക്ഷന് മുമ്പ് നടത്തുന്ന ഈ റിവിഷന് അത് സമ്മറി റിവിഷൻ എന്നാണ് പറയുന്നത്. സമ്മറി റിവിഷൻ. അപ്പം ഇപ്പോൾ നടക്കുന്നത് സമ്മറി റിവിഷൻ അല്ല, ഇത് ഇൻറ്റൻസീവ് റിവിഷൻ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുമ്പോൾ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു റിവിഷൻ എക്സസൈസാണ് നടക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകമായ പ്രൊസീജിയറൊക്കെ ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ ഇലക്ഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇലക്ഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതല്ല. അതേത് വർഷത്തിലും ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകമായ ഓർഡർ ഇറക്കി അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് കുറേ സമയമെടുക്കും. അത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആയതുകൊണ്ട് അതിന് ധാരാളം സമയമെടുക്കും. അപ്പോൾ ഈ 2 റിവിഷൻസ് ആണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ കുറച്ച് ദിവസമായി ചർച്ച ചെയ്തതുകൊണ്ട് ഞാനൊരു കാര്യം ഇതിനിടയ്ക്ക് താങ്കളോടൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളോട് പല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അതേസമയം താങ്കളിപ്പോൾ പറഞ്ഞതനുസരിച്ച് ഈ ആക്റ്റിലൊക്കെ പറയുന്ന രീതിയിലുള്ള റിവിഷനേ ഉള്ളൂ എന്നുള്ള നിലയ്ക്ക് ഈ കാര്യങ്ങളെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കുന്നതും അതേസമയം കേന്ദ്ര സർക്കാർ ഇതിനോട് കാണിക്കുന്ന അധിക താല്പര്യവും ഒക്കെ താങ്കൾ എങ്ങനെ വായിച്ചെടുക്കുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രത്യേക താല്പര്യം തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് ഒക്കെ ധാരാളം കാര്യങ്ങൾ ആളുകൾ പറയുകയും നമ്മൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് പ്രത്യേകമായിട്ടൊന്നും പറയുന്നില്ല. അതിൻ്റെ ഒരു രാഷ്ട്രീയമായ സംഗതികളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ ഈ ഭരണഘടനയുടെ 324 വകുപ്പ് അനുസരിച്ച്
ഇലക്ഷൻ കമ്മീഷന് ഇലക്ഷൻ നടത്താനും ഈ റോളുകൾ ഉണ്ടാക്കാനും ഉള്ള അധികാരങ്ങളാണുള്ളത്. വിപുലമായ അധികാരങ്ങളുണ്ട് എന്ന് നമ്മുടെ സുപ്രീം കോടതി തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഈ അധികാരങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ എപ്പോഴും നിയമം അനുസരിച്ചും ഭരണഘടനയുടെ പ്രൊവിഷൻസ് അനുസരിച്ചും ഒക്കെ ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ നിബന്ധന. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സ്വന്തമായി തീരുമാനിച്ച് ആർബിട്രറി ആയിട്ട് ഒരു കാര്യങ്ങളും നടത്താൻ സാധ്യമല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായ വഴി തേടേണ്ടി വരും. അങ്ങനെയാണിപ്പോൾ മദ്രാസ് തമിഴ്നാട് ഗവൺമെൻറ് സുപ്രീം കോടതി പോയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോകുന്നു. കേരള ഗവൺമെന്റിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഒരു തീരുമാനം എന്നുള്ളത്. നിയമപരമായി പോകാൻ ഇന്നിപ്പോ തീരുമാനിച്ചു കഴിഞ്ഞു. അതെ, അപ്പൊ അങ്ങനെ നിയമ നടപടി അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കാരണം നമ്മൾ ബീഹാറിൽ കണ്ടതാണിത്. ബീഹാറിൽ വെറും 1-2 മാസങ്ങൾക്കുള്ളിലാണ് ഈ ഇന്റൻസീവ് റിവിഷൻ നടക്കുന്നത്. ഇലക്ഷനുമായിട്ട് ലിങ്ക് ചെയ്താണത് വാസ്തവത്തിൽ. കാരണം ഇലക്ഷന് മുമ്പാണ് അത് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ലീഗലി വാലിഡ് അല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം അതല്ല നിയമം പറയുന്നത്. ഈ നടക്കുന്ന ഈ ഒരു റിവിഷൻ ഇലക്ഷനുമായിട്ട് ലീലിങ്ക് ചെയ്തിട്ടുള്ള ഒരു റിവിഷനാണ് നമ്മുടെ നിയമം അനുസരിച്ച്. അപ്പോൾ അത് തീർച്ചയായിട്ടും കോടതിയുടെ മുമ്പിൽ അത് കൊണ്ടുവരേണ്ടതാണ്, കോടതിയുടെ ശ്രദ്ധപ്പെടുത്തേണ്ടതുമാണ്. അങ്ങനെ നിയമം അംഗീകരിക്കാത്ത ഒരു നടപടിക്രമം ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാൻ സാധ്യമല്ല. കാരണം അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെങ്കിലും അതിന് നിയമത്തിനും കോൺസ്റ്റിറ്റ്യൂഷനും അനുസരിച്ച് അതിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായ ഒരു ബോഡിയാണത്. അപ്പം അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിന് നിയമപരമായ ഒരു പരിഹാരം തേടാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട്. അത് ചെയ്യേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ പി ടി ആചാരി, ഇതൊരു ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക സാഹചര്യമാണ് എന്ന് താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? അതായത് പ്രത്യേകിച്ച് ഈ ഹരിയാനയിലും ബീഹാറിലുമൊക്കെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ സംഭവിച്ചത്, ഇതൊക്കെ 2 തരത്തിൽ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയെ സമീപിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ SIRലേക്ക് പോകുന്നു ചിലയിടത്ത് പഴയ പട്ടികയിൽ തന്നെ കൃത്രിമം കാണിച്ച് നേടി അധികാരത്തിലേക്ക് എത്തിയ അതേ ഭരണവർഗം തന്നെയാണ് എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത്. അവർ തന്നെയാണ് ഇപ്പോൾ SIRുമായിട്ട് വരുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലും കാണാത്ത ഒരു പ്രത്യേകതരം ഏർപ്പാടാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല ഇതുവരെ. ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ 1950 മുതൽ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഈ ഇലക്ഷൻ എല്ലാം നടത്തുന്നത് അവരാണ്. ഈ ഇലക്ടറൽ റോൾ ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ്, റിവൈസ് ചെയ്യുന്നത് അവരാണ്. ഇതൊക്കെ എന്നും ജനങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിക്കൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി റേസ് ചെയ്തിരിക്കുന്ന പല ഇഷ്യൂസ്, അതൊക്കെ വാസ്തവം പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന് അല്ലെങ്കിൽ അതൊരു ഇമ്പാർഷ്യലായിട്ടുള്ള ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ 1324 വകുപ്പ് അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല വെറും ഇലക്ഷൻ നടത്തുകയും റൂൾസ് ഉണ്ടാക്കുകയും മാത്രമല്ല, അതിനകത്ത് തന്നെ ഇൻഹറൻ്റ് ആയ ഒരു റെസ്പോൺസിബിലിറ്റി ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും രീതിയിൽ ഇപ്പം ഈ റൂൾസിൻ്റെ പ്രിപ്പറേഷനിലായാലും അതുപോലുള്ള കാര്യങ്ങളിലായാലും എന്തെങ്കിലും അതുപോലുള്ള പ്രശ്നങ്ങൾ വന്നാൽ, അലിഗേഷൻസ് വന്നാൽ, ആരോപണങ്ങൾ, സീരിയസ് ആയിട്ടുള്ള ആരോപണങ്ങൾ വന്നാൽ, അതും പ്രത്യേകിച്ചും ഒരു ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ഇൻ ദ ലോക്സഭ റേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു ബാധ്യതയും ഈ ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല. യെസ്, ശ്രീ പി ടി ആചാരി, ഒരൊറ്റ ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഞാൻ ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. താങ്കൾക്കും തിരക്കണമെന്നറിയാം. ഇപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇത് NRCയുമായി ബന്ധപ്പെട്ട്, CAയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഒരു വലിയ മൂവ് നേരത്തെ നടത്തിയിരുന്നല്ലോ. അത് വിജയിക്കാത്തത് കൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ സമീപിക്കുകയും അതിൻ്റെ ഭാഗമായി കുറേ വോട്ടർമാരെ പുറത്തേക്ക് തള്ളാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, നോട്ട് നിരോധിക്കുന്നു. കണ്ടെത്തിയത് എന്താണ്, പറഞ്ഞു വച്ചത് എന്താണ്? കള്ളപ്പണം പിടിക്കാനാണ്. ഇത് തിരിച്ചു വരാൻ പോകുന്ന നോട്ടുകളുടെ എണ്ണം ഇത്രയായിരിക്കും, അതിൽ നിന്നാണ് കള്ളപ്പണം എത്രയാണെന്ന് അറിയാൻ പോകുന്നത് എന്നാണ്. അങ്ങനെയുള്ള കള്ളപ്പണം തിരിച്ചെത്തില്ല എന്നാണ്. അതുപോലെ ഈ SIRനെ ആയിട്ട് സമീപിക്കുന്നു. തിരിച്ച് ഈ വോട്ടർ പട്ടിക ഇപ്പോൾ നിലവിലുള്ളതൊക്കെ റദ്ദാകുന്നു. 2002 ബേസായിട്ട് വെക്കുന്നത്.
തിരിച്ചിനി എത്ര പേർ വരുന്നു എന്നുള്ളതിൽ കഴിഞ്ഞ് ബാക്കി വരുന്നതെല്ലാം കള്ള വോട്ടർമാരായിരുന്നു എന്ന നിഗമനത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ശരിയാകുമോ? തീർച്ചയായിട്ടും അതൊരു വലിയ പ്രശ്നമാണത്. അത് പല സംസ്ഥാനങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണത്. വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം അല്ലെങ്കിൽ നമ്മൾ ഈ ഇലക്ഷൻ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ ഒരു സ്കീം അനുസരിച്ച് നോക്കിയാൽ ഈ പ്രിപ്പറേഷൻ ഓഫ് റോൾ എന്ന് പറയുന്നത് ആളുകളെ നമ്മുടെ ഈ സിറ്റിസൻസിനെ എലിജിബിൾ ആയിരിക്കുന്ന സിറ്റിസൻസിനെ ഇൻക്ലൂഡ് ചെയ്ത് അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പം ആർട്ടിക്കിൾ 326 നോക്കിയാൽ തന്നെ അതിനകത്തൊന്നും ഈ എക്സ്ക്ലൂഡ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അതിനകത്ത് വാസം പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്യുക, എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള ആളുകളെ ഇലക്ട്രൽ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അതാണ് സ്കീം. അതിൻ്റെ സിറ്റിസൻസിനെ ആരെയും വെളിയിൽ നിർത്താതെ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ സിറ്റിസൻസിനെയും ഇതിനകത്ത് പ്രവേശിപ്പിക്കുക, ഈ ഇലക്ട്രൽ ലിസ്റ്റിൽ അവരുടെ പേര് വരുത്തുക എന്നുള്ള അങ്ങനെയുള്ള ഒരു ഓറിയന്റേഷനാണ് ഈ ഇലക്ഷൻ കമ്മീഷനുള്ളത്. അങ്ങനെ ഒരു മെസ്സേജാണ് വാസം പറഞ്ഞാൽ നമ്മുടെ ഈ ഭരണഘടനയും അതുപോലുള്ള നിയമങ്ങളും ഒക്കെ തരുന്നത്. അതിന് വിരുദ്ധമായി 47 ലക്ഷമോ 50 ലക്ഷമോ ഒക്കെ ആളുകളെ ഇതിനകത്ത് നിന്ന് വെട്ടി മാറ്റുക എന്ന് പറയുന്നത് അതൊരു അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യെസ്, ശ്രീ PDT ആചാര്യ, വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചേർന്നതിൽ. ഞാൻ മറ്റതിഥികളിലേക്ക് പോവുകയാണ്. BJPയുടെ വക്താവ് ശ്രീ സുമിത് ജോർജിലേക്ക് ഏറ്റവും ആദ്യം പോകുന്നു. ശ്രീ സുമിത് ജോർജ്, നോക്കൂ, ഇതിപ്പോൾ ശ്രീ PDT ആചാര്യയെ പോലുള്ള ആളുകൾ തന്നെ ഇതിനെ വല്ലാതെ ആശങ്കയോടുകൂടിയും ദുരൂഹത ഇതിനകത്തുണ്ട് എന്ന തരത്തിലും തന്നെയാണ് ആളുകളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇത് കേരളം ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എൻ്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് അടുത്ത ഒരു മാസത്തിനകത്ത് ഇത്തരത്തിൽ എന്യൂമറേഷൻ ഫോംസ് പൂരിപ്പിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞുള്ള 1-2 മാസത്തിനകത്ത് പുതിയ പട്ടികയിലേക്ക്, കരട് പട്ടികയിലേക്ക് പോകാൻ പോകുന്നു. പരാതിയൊക്കെ വരുന്നതൊക്കെ ആ സമയത്ത് ആണ് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകേണ്ടത്, അഡ്രസ്സ് ചെയ്ത് പോകേണ്ടത് എന്നൊക്കെയാണ്. ഇത് കേരളത്തിൽ എങ്ങനെ സാധ്യമാകും എന്നുള്ളത് താങ്കളെപ്പോലെ ഒരു മലയാളിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പോലും BJP മാത്രം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകണം, SIR ഇപ്പോൾ തന്നെ വേണം എന്ന് നിർബന്ധം പിടിച്ചത്? നമസ്കാരം. ഇവിടെ ഈ SIR നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെന്തിനാണ് ഇത്ര ബഹളമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത് നമ്മൾ ഇപ്പോൾ ഇവിടെ സംസാരിച്ച ആൾ തന്നെ പറഞ്ഞു, ഇതൊരു ജുഡീഷ്യൽ ബോഡിയാണ്. ഇതിനെ സംബന്ധിച്ച് ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്. ജുഡീഷ്യൽ ബോഡിയല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, സോറി. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇതിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ വോട്ടർ പട്ടികയിൽ കൂടുതലായ ആളുകൾ, ഇരട്ട വോട്ടുകൾ, അങ്ങനെ അത്തരത്തിൽ ഇതിൽ അധികമായി ചേർന്നിരിക്കുന്ന ആളുകളുടെ ഒരു ശുദ്ധീകരണമാണ്. ഇന്ത്യക്കാരായ ആളുകൾക്ക് വോട്ട് നൽകുക, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടാകുക എന്നുള്ള തരത്തിലുള്ള ഒരു ക്ലിയറൻസാണ്, ഒരു ശുദ്ധീകരണമാണ്. അത് ഇലക്ഷന് മുമ്പ് നടക്കുന്നു, അത് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നടക്കുന്നു. ആ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്നതിലുപരി നമ്മുടെ ചർച്ചാ വിഷയങ്ങളും ഇവിടെ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചല്ലല്ലോ. ഇവിടെ അത് SIR എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മൾ കുറേ ആളുകളെ നേരത്തെ പുറത്താക്കുവാൻ വേണ്ടി രാജ്യത്ത് ശ്രമിച്ചു. അതിൻ്റെ കണ്ടിന്യൂറ്റിയായി ഇപ്പോൾ വേറെ ശ്രമങ്ങൾ നടക്കുന്നു എന്ന തരത്തിലാണ് ആക്ഷേപങ്ങളൊക്കെ വരിക. ഇപ്പോൾ ഈ വിഷയം ഇതിനു മുമ്പും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ട്. അന്ന് ഉന്നയിച്ചപ്പോഴും ഇത് നമുക്ക് സ്വാഭാവികമുണ്ടാകുന്നൊരു സംശയം, ഇദ്ദേഹം ഇത്തരത്തിലൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനുമായി ഈ രാജ്യത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നിയമപരമായ എല്ലാ വാതിലുകളും അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. അദ്ദേഹത്തിന് ഇത് കോടതിയെ സമീപിക്കാം, അദ്ദേഹത്തിന് ഇത് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ബീഹാർ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് തൊട്ട് വാതിക്കൽ വന്നിട്ട് ഹരിയാന ഇലക്ഷൻ്റെ വിഷയം ഉയർത്തുന്നു. ആ വിഷയം തൊട്ട് തലേന്ന് വന്നിട്ട് ആ വിഷയത്തെ സംബന്ധിച്ചൊരു ചർച്ച ഉണ്ടാക്കുന്നു. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 വിഷയങ്ങളാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനത് കാണിച്ചതിന് കാരണം, ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് എടുത്തപ്പോൾ ഈ 2 വിഷയങ്ങളും കൊണ്ടുവരാൻ കാരണം അതിൽ കൂടെ നേട്ടമുണ്ടാക്കുന്നത് ഒരു ഭാഗം മാത്രമാണ് എന്നുള്ളത് കൊണ്ട് അത് എങ്ങനെയാണ് ഈ സംവിധാനം ഒരു ഭാഗത്തേക്ക് മാത്രം ചെരിയുന്നത് എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഈ ബീഹാർ ഇലക്ഷൻ്റെ വക്കിൽ പ്രതിപക്ഷം ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെയാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലല്ല, അതിലേക്ക് കടന്നു കഴിഞ്ഞു. ആ പ്രോസസ്സ് തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത്. അതപ്പോൾ അതേ ന്യായം വെച്ചാൽ, അതേ യുക്തി വെച്ചാൽ എങ്ങനെ താങ്കൾക്ക് തന്നെ ന്യായീകരിക്കാൻ പറ്റും? ഞാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ചെറുതായി കാണുന്നില്ല. പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും അതിലേറെ പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണ്. ഇതിന് ചെറുതാക്കി കണ്ടുകൊണ്ടല്ല.
അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ അല്ല, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വക്കിലാണ് ഇപ്പോൾ നമ്മൾ. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലേ ഇനിയിപ്പോൾ നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അനുസരിച്ച് തന്നെ ശ്രീ PDT ആചാര്യ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ റിവിഷനിലേക്ക് പോകുന്നത് സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു സ്പെഷ്യൽ റിവിഷൻ ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചയിൽ ഇത് പുതുമയുള്ളതാണെന്ന് അവരൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? അല്ല, ഇത് പുതുമയുള്ളതാണെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് BJP നേരത്തെ പല സമയത്തും പരാജയപ്പെട്ടപ്പോഴോ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇത്തരത്തിൽ നമുക്ക് അനുകൂലമായ ഇത്തരത്തിൽ എന്താ പറയുക മറ്റേ മാധ്യമങ്ങളെല്ലാം BJP ജയിക്കുമെന്ന് പറഞ്ഞിരുന്നൊരവസരത്തിൽ BJP പരാജയപ്പെട്ടപ്പോൾ അന്ന് BJP ഉന്നയിച്ചില്ലല്ലോ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാകും, ഞങ്ങളാരും ഉന്നയിച്ചില്ലല്ലോ. അന്ന് ഈ എന്തായിരുന്നു നിയമം അതനുസരിച്ച് മുന്നോട്ട് പോവുകയല്ലേ? നിങ്ങൾക്ക് അതിനകത്ത് അത്ഭുതമില്ലായിരുന്നു? ഇത് ഇവർക്ക് തോറ്റപ്പോൾ അത്ഭുതം തോന്നുന്നു. അവർക്ക് എന്താ അത്ഭുതം? അവരുടെ നേതാവ്, കോൺഗ്രസിൻ്റെ അവിടുത്തെ സീനിയർ നേതാവ് ഹരിയാനയിൽ പറഞ്ഞത് എന്താ? ഇവിടെ തോറ്റു തുന്നം പാടുമെന്ന് ഞങ്ങളല്ല പറഞ്ഞത്, അവരാ പറഞ്ഞത്. അവർ സ്വതന്ത്രമായിട്ട് അവിടുത്തെ ഒരു സീനിയർ ലീഡർ മത്സരിച്ചു ഹരിയാനയിൽ. അവരെത്ര വോട്ട് പിടിച്ചു? കോൺഗ്രസിന് എത്ര വോട്ട് കിട്ടി? പക്ഷേ ആ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ കണ്ട കാഴ്ചകൾ താങ്കൾ കണ്ടല്ലോ. ആ ബ്രസീലിയൻ മോഡൽ അതിനകത്ത് എത്ര വോട്ട് ചെയ്തു എന്നുള്ളത് താങ്കൾ കണ്ടല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഇത് ഞാൻ കണ്ടോ നിങ്ങൾ കണ്ടോ എന്നുള്ളതല്ല, ഇത് കാണേണ്ടവർ കാണുന്നുണ്ടോ. നിങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നിങ്ങൾക്കത് കാണണ്ടേ? നിങ്ങളല്ലേ ഇപ്പോൾ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ നടക്കുന്നത്? അപ്പോൾ ഹരിയാനയിൽ ഈ അശുദ്ധ വോട്ടർ പട്ടിക വെച്ച് വിജയിച്ച നിങ്ങൾ ഉടനെ രാജിവെക്കണ്ടേ? അല്ല, അശുദ്ധ വോട്ടർ പട്ടിക എന്ന് ആര് പറയുന്നു? ഇദ്ദേഹം പറയുന്നെങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ടതെന്നാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പോൾ ഈ പ്രൂവ് ചെയ്യേണ്ട സ്ഥലത്ത് എന്തുകൊണ്ട് പറയുന്നില്ല? ബ്രസീലിയൻ മോഡലിന്റെ കാര്യങ്ങളും അതുപോലെ ഫോട്ടോ പതിക്കാത്ത ആളുകളുടെ കാര്യങ്ങളും ഈ വോട്ടർ പട്ടികയിലൂടെ ആരൊക്കെ വോട്ട് ചെയ്തു എന്നുള്ള CCTV വിഷ്വൽസ് ഒക്കെ അവിടെ ഉള്ളതാണ്. അത് പുറത്ത് വിടാൻ പറഞ്ഞപ്പോൾ അത് വിടാത്തതും ഒക്കെ ആരാണ് ചെയ്യേണ്ടത്? ലാൽ, ഞാൻ പറയുന്നത് ഇത് തെളിയിക്കേണ്ടത് ഉത്തരവാദിത്തം ആരവിടെ ഉന്നയിക്കുന്നവർക്കാണ്. അവർ പരാതി കൊടുക്കട്ടെ. അവർ കൊടുത്ത പരാതിക്കുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിക്കുന്നില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹരിയാനയിൽ അവർ ഇതുവരെ ഒരു പരാതിയും കൊടുത്തിട്ടില്ലല്ലോ. അല്ല, അവരൊരു പരാതി പോലും കൊടുത്തിട്ടില്ല. ഈ പരാതികൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് ശുദ്ധീകരിക്കാൻ നടക്കുന്നതെങ്കിൽ ഈ കേട്ടതൊന്നും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ജനങ്ങളോട് വിളിച്ച് പറയുന്നതൊന്നും നിങ്ങൾക്കൊരു പരാതിയായിട്ട് തോന്നുന്നില്ലേ? ഞങ്ങൾക്ക് പരാതിയായിട്ട് തോന്നാൻ അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്ന പോലെ ഒരു പ്രസന്റേഷൻ നടത്തിയാൽ അതെങ്ങനെ ഞങ്ങൾ പരാതിയായിട്ട് തീരിക്കണം? പൊതുവായ പരാതിയായിട്ട് എടുക്കണമോ? അത് പരാതി കൊടുക്കേണ്ട സ്ഥലത്ത് പരാതി കൊടുക്കണം. ഇതിനു മുമ്പ് ഇത്തരത്തിൽ പ്രസന്റേഷൻ നടത്തിയപ്പോഴും ഞങ്ങൾ അവരോട് പറഞ്ഞതും ജനങ്ങളോട് പറഞ്ഞതല്ല. ഇത്തരത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളൊക്കെ തന്നെയാണ് ഇവരൊക്കെ. ഒരു ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പോയി ഏതെങ്കിലും ഓഫീസിൽ പോയി പരാതി കൊടുത്ത് അതിന്റെ റെസിപ്റ്റും വാങ്ങി അതിന്റെ പിന്നാലെ നടന്നാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടതെന്നൊക്കെ നിങ്ങളൊക്കെ വാദിക്കുന്നത്. അതല്ല വേണ്ടത്. അല്ല, അദ്ദേഹം പോയി കൊടുക്കേണ്ടെന്ന് അതിന് ലീഗൽ സംവിധാനങ്ങളില്ലേ? അദ്ദേഹം കൊടുക്കട്ടെ. സ്വമേധയാ ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കാലോ. ശുദ്ധീകരിക്കേണ്ട കാര്യങ്ങളാണ് ഇതെന്ന് നിങ്ങൾക്ക് സംശയ നിവാരണം വരുത്തി ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങണ്ടേ? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് സംശയത്തിന്റെ ഇട നൽകാതെ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പേ അവതരിപ്പിക്കേണ്ട ബാധ്യതയും നിങ്ങൾക്കില്ലേ? ഞാൻ വളരെ വിനയാനിതനായിട്ട് പറയട്ടെ, ഇത് തെറ്റുകാർ ഞങ്ങളാണെന്ന് ആരോപിക്കുന്നവർ ആ തെറ്റുകാരനാണെന്ന് തെളിയിക്കുവാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടല്ലോ. അവർക്ക് നിയമം അനുശാസിക്കുന്ന എത്രയോ പോക്കറ്റ്സ് ഉണ്ട്. അവിടെ ഇത് കൊടുക്കുവാൻ ഇന്ന ഡേറ്റ് വരെ കഴിയാത്ത എന്തുകൊണ്ടാണ്? ഇത് ഇന്നല്ലല്ലോ. ഇതിനു മുമ്പ് ബോംബ് കൊണ്ടുവന്നു, ഇപ്പോൾ ഹൈഡ്രജൻ ബോംബ് കൊണ്ടുവന്നു. ഓരോ ദിവസവും ഈ മാറി ഇത് വോട്ട് കൊള്ളാനാണ് സാർ അതിനെക്കുറിച്ച് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 100% തെളിവുള്ള കാര്യങ്ങളാണ് ഇന്ന് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതായി പറയുന്നത്. ബ്രസീലിയൻ മോഡൽ 22 വോട്ടുകൾ രേഖപ്പെടുത്തി. 10 ബൂത്തുകളിൽ വ്യത്യസ്ത പേരുകളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഹരിയാനയിൽ 25 ലക്ഷം വോട്ടുകൾ കൊള്ളയടിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ കണക്കുകളുണ്ട്. ആകെ കൊള്ളയടിച്ച വോട്ട് 25,41,144 വോട്ടുകൾ. ഇരട്ട വോട്ടുകളുണ്ട് അവിടെ. 5,21,619 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളാണ്. 9,93,174 അസാധു വോട്ടുകൾ അവിടെ. തെറ്റായ അഡ്രസ്സിലെ വോട്ടുകൾ 91,174. ഒരു വോട്ടർ ID യിൽ ഒരു മണ്ഡലത്തിൽ ഒരാൾക്ക് 100 വോട്ട്. 100 ID കാർഡിൽ ഒരേ ഫോട്ടോ. ഇതെന്താണ് സാർ ഇത്? അല്ല സാർ, ഞാനിത് പറയുന്നത് ഇദ്ദേഹം അവിടെ പ്രസൻറ്റേഷൻ നടത്തി ഇതിങ്ങനെയാണ് എന്ന് പറയുന്നു. ഇതിൻ്റെ ഒതൻറ്റിസിറ്റി ബോധ്യപ്പെടുത്തേണ്ടത് ആരെയാണ്? ഇത് അവിടെ നിന്നൊരു പ്രസൻറ്റേഷൻ നടത്തിയാൽ ജനങ്ങൾ ഈ കാണിക്കുന്ന ഈ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഈ ഫോട്ടോ കണ്ടിട്ട് ബോധ്യപ്പെടണമോ? ഇത് ബോധ്യപ്പെടുത്തേണ്ട ആളുകളെ എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ ഒരു ചെറിയ പരാതി പോലും ഇദ്ദേഹം കൊടുക്കുന്നില്ല? ശരി, ഡോക്ടർ സമ്പത്ത് ഒരു പരാതി പോലുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും തെളിയിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നില്ല. ബോധ്യപ്പെടേണ്ട ആളുകളുടെ മുമ്പിലേക്ക് ബോധ്യപ്പെടുത്തേണ്ടതാണ് ഇദ്ദേഹം എന്ന് വീണ്ടും വീണ്ടും അവർക്ക് തോന്നൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. SIR ഒരു ഭാഗത്തുകൂടി, മറ്റൊരു സ്ഥലത്ത് അശുദ്ധ വോട്ടർ പട്ടിക വെച്ച് വിജയിച്ച MP-മാരായവർ ലോക്സഭയിൽ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ കാണാത്ത കാഴ്ചകളെന്ന് PDT ആചാര്യെ പോലുള്ളവരും പറയുന്നു. SIR കേരളത്തിൽ നിയമത്തിൻ്റെ വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ എവിടെ എത്തി നിൽക്കാൻ സാധ്യതയുണ്ട്?
പരമായി ഒരു പ്രാധാന്യം കൂടിയുണ്ട്. നമ്മൾ ഈ ചർച്ച ഇവിടെ ഈ നടത്തുന്ന വേളയിൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മഹാനഗരങ്ങളിൽ ഒന്നായിട്ടുള്ള ന്യൂയോർക്കിൽ ഈ താൻ അങ്ങേയറ്റത്തെ ഏകാധിപതിയാണ് എന്നും അതിലഭിമാനിക്കുന്നു എന്നും തൻ്റെ സ്വേച്ഛാധികാരം ജനങ്ങളും ലോകവും അംഗീകരിച്ചു കൊള്ളണമെന്നും ഇങ്ങനെ US ആണ് ലോക പോലീസുകാരനെന്നും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മാഗ എന്നുള്ള മുദ്രാവാക്യവും അതിൻ്റെ ഭാഗമായിട്ടുള്ള വംശഹത്യയും ഈ 150 തവണയെങ്കിലും ഈ ഭൂമിയെ ഭസ്മമാക്കാനുള്ള ആണവായുധങ്ങൾ തങ്ങളുടെ കൈകളിലുണ്ട് എന്ന ചൈനീസ് പ്രസിഡൻറ്റുമായിട്ടുള്ള നിരായുധീകരണ ചർച്ച, ഈ ആണവ നിരായുധീകരണ ചർച്ചയിൽ പോലും അഹംഭാവം അങ്ങനെ വെച്ചു പുലർത്തുകയും ചെയ്ത, എന്നാൽ ന്യൂയോർക്കിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും അവിടെ തനിക്കിഷ്ടമില്ലാത്തതായ മേയർ സ്ഥാനാർത്ഥി അത്തരത്തിൽ അപ്പോൾ അദ്ദേഹം തന്നെ ഈ വിജയിയായ മേയറായ സൊഹ്റാൻ മംദാനി എന്ന ഇന്ത്യൻ അമേരിക്കൻ വംശജൻ വെറും 35 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു ബദൽ നിർദ്ദേശങ്ങളുമായി വന്നത് അത്തരത്തിൽ ലോകത്തിൽ സമാധാനമെന്നത് വംശഹത്യയ്ക്ക് അറുതി വരുത്തണമെന്നത്, സിയോണിസത്തിനെതിരായ നിലപാടുകൾ, ഫലസ്തീൻ അംഗീകരിക്കണമെന്നുള്ളത്, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ. അത്തരത്തിൽ ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സോ കോൾഡ് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നാലും ഇപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കമ്മ്യൂണിസ്റ്റ് ഒന്നും വിശേഷിപ്പിക്കുന്നില്ല, പക്ഷേ US-ൻ്റെ ഭരണാധികാരി, ആ എക്സിക്യൂട്ടീവ് അധികാരമുള്ള പ്രസിഡൻറ്റിൻ്റെ സ്വേച്ഛാധിപത്യ നിലപാടുകൾക്ക് ന്യൂയോർക്കിലെ ജനത നൽകിയതായ കനത്ത മറുപടി, ആ മറുപടി ഉണ്ടായ ആ നിമിഷങ്ങളിലാണ് നമ്മുടെ ഈ ചർച്ച നടത്തുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് തുടങ്ങാൻ കാരണം എന്നുകൂടി ഡോക്ടർ ലാലിനോട് പറയാം. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ എന്നുള്ളത് ഫെഡറൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഈ ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ അത്തരം കാര്യങ്ങളിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അവിടെയൊക്കെ തന്നെ ഈ കോർപ്പറേറ്റ് ഫണ്ടിങ്ങും അത്തരത്തിലുള്ള കാര്യങ്ങൾ, ലോബിയിങ്, ഇങ്ങനെ പലതുമെല്ലാം നിയമവിധേയമാണ് എന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരിശോധനകൾ, അത്തരം കാര്യങ്ങളിലെ വിലക്കുകൾ, നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഫെഡറൽ ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഫെഡറൽ ഇലക്ഷൻ കമ്മീഷനും ഇന്ത്യയിലെ ഈ 3 അംഗ, അത് 6 അംഗ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, ഇന്ത്യയിലെ 3 അംഗ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെ. ഇത് തമ്മിൽ കുറേ ഇപ്പോൾ ഈ സമീപകാലത്തൊരു സാമ്യം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ട്രംപ് 1ാമത്തെ തവണ US പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അങ്ങനെ US-ലെ ഫെഡറൽ ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള നോമിനേഷനുകൾ പ്രസിഡൻ്റാണ് നോമിനേറ്റ് ചെയ്യുന്നത്, സെനറ്റിൻ്റെ അംഗീകാരം വേണം, ഇവരെ സംബന്ധിച്ചുള്ള അവരുടെ മുൻകാല ചരിത്രത്തെ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന അത് പബ്ലിക് ഡൊമൈനിലെല്ലാം വരണം, അവിടുത്തെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നാമനിർദ്ദേശം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് പോലെ. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ട്രംപിൻ്റെ 1ാമത്തെ പ്രസിഡൻ്റായി അദ്ദേഹത്തിൻ്റെ 4 വർഷത്തെ ടെന്യൂർ ഉണ്ടല്ലോ, ആ സമയം മുതൽ അവിടെ ഈ ഫെഡറൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങളുണ്ട്. എങ്ങനെ ചില തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പെട്ടെന്ന് മിഡ് ടേമിൽ രാജിവെക്കുക, പുതിയ ചില ആളുകളെ അവിടെ നിയമിക്കുക, ഈ 5 കൊല്ലക്കാലത്തേക്ക് അവരുടെ ടെന്യൂർ എന്നുള്ളതിനകത്തുള്ള മാനിപ്പുലേഷൻ നടത്തുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നടക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാനത് സൂചിപ്പിച്ചത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രമാദമായ ഒരു കേസ്, അതിൻ്റേതായ വിധി എന്നുള്ളത് വന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ താങ്കളും ഈ കാര്യത്തെ സംബന്ധിച്ച് പരിശോധിച്ചിട്ടുണ്ടാവും. 2023 മാർച്ച് മാസം 2-ാം തീയതിയാണ് ഈ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കേണ്ടതായിട്ടുള്ള സെലക്ഷൻ കമ്മീഷനിലെ ആ സെലക്ഷൻ കമ്മിറ്റി അതിലെ ഒരു അംഗം എന്നുള്ള നിലയിലേക്ക് ഉണ്ടാവണം എന്ന് അങ്ങനെ 5-അംഗ സുപ്രീം കോടതി ബെഞ്ച് വിധിച്ചത്. അത് അനൂപ് ബരൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന ചരിത്രപ്രസിദ്ധമായ കേസിലാണ്. ആ കേസിൻ്റെ വിധിന്യായത്തെ മറികടക്കുന്നതിന് വേണ്ടിയാണ് തങ്ങൾക്ക് ഉള്ള ഭൂരിപക്ഷം വിനിയോഗിച്ചുകൊണ്ട്, ആ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് എന്താ ചെയ്തത്, ആ ഭൂരിപക്ഷം വിനിയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് 2023 മാർച്ച് മാസം 2-ാം തീയതി വന്നത്. അത് മറികടക്കുന്നതിന് വേണ്ടി ഒരു ബില്ല് കൊണ്ടുവന്നത് 2023 ഡിസംബർ മാസം 12-ാം തീയതിയാണ്. അങ്ങനെ ചീഫ് ജസ്റ്റിസിനെ തന്നെ അവിടെ നിന്ന് വെട്ടിമാറ്റുകയുണ്ടായി. ചീഫ് ജസ്റ്റിസിനെ സത്യസന്ധമായിരിക്കണം, സുതാര്യമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം, നീതിപൂർവമായിരിക്കണം. ഇത് എൻ്റെ വാക്കുകളല്ല. ഡോക്ടർ ലാലും നമ്മുടെ പ്രേക്ഷകരും മനസ്സിലാക്കാനുള്ളത് ഇത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഇന്ത്യയുടെ ഭരണഘടനയിൽ നേരത്തെ ശ്രീ PDT ആചാര്യ ചില കാര്യങ്ങളോട് സൂചിപ്പിച്ചു. ഞാൻ ഭരണഘടനയിൽ ഊന്നി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയമായ മറ്റു കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങൾ BJPയുടെ വക്താവ് പറഞ്ഞതിന് ശ്രീ റോണി ഇവിടെ അതിനുള്ള മറുപടിയൊക്കെ പറയട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഭരണഘടനയുടെ ഭാഗം 15 എന്നുള്ളത്, പാർട്ട് 15 എന്നുള്ളത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ 324 അനുച്ഛേദം 324 മുതൽ അനുച്ഛേദം 329 വരെ
ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രൂപീകരണം, അതിൻ്റെ ചുമതലകൾ, ഉത്തരവാദിത്വങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പറയുകയാണ്. പാർട്ട് 2 എന്നുള്ളത് ഇതിൻ്റെ ഈ ഇതിൻ്റെ പാർട്ട് 2 എന്നുള്ളത് ഭാഗം 2. ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ, അനുച്ഛേദം 5 മുതൽ ഈ പൗരത്വത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുകയാണ്. അത് ആർട്ടിക്കിൾ 11 വരെ, ആർട്ടിക്കിൾ 5 തുടങ്ങുന്നത് ഭരണഘടനയുടെ പ്രാരംഭത്തിലുള്ള പൗരത്വം, ആർട്ടിക്കിൾ 11 അത് അവസാനിക്കുന്നത് പൗരത്വത്തിനുള്ള അവകാശം പാർലമെൻറ്റിന് നിയമപ്രകാരം വഴി ക്രമപ്പെടുത്തുന്നത്. ഇനിയാണ് ഇവിടുത്തെ കാര്യം. ഇവിടെ ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അല്ലേ, ഇത് പൗരത്വവുമായി ബന്ധപ്പെടുമോ ബന്ധപ്പെടില്ലയോ? മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടിയായ മുൻ IAS ഉദ്യോഗസ്ഥൻ, സീനിയർ IAS ഉദ്യോഗസ്ഥൻ ശ്രീ അശോക് ലവാസ, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ നിലവിലുള്ള അംഗങ്ങൾക്ക്, എന്തിന് ശ്രീ ജ്ഞാനേഷ് കുമാറിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കടക്കം മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പൗരത്വത്തെ സംബന്ധിച്ചുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അല്ല തീരുമാനിക്കേണ്ടത്. ആരെങ്കിലും അത്തരത്തിൽ കുടിയേറിയിട്ടുണ്ടെങ്കിൽ, നിയമവിരുദ്ധമായി വന്നിട്ടുണ്ടെങ്കിൽ അത് തടയേണ്ടത്, അത് ചെറുക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇന്ത്യയിലെയും സംസ്ഥാനത്തെയും ഗവൺമെൻറ്റാണ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആരാ? എക്സിക്യൂട്ടീവാണ് ചെയ്യേണ്ടത്. അത് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല എന്നുള്ളത് എക്സ്ക്ലൂഷൻ അല്ല, ഇൻക്ലൂഷനാണ്. വോട്ടവകാശം ഏറ്റവും പരമപ്രധാനമായ എൻ്റെ അവകാശം, അങ്ങനെ ഞാൻ വോട്ട് ചെയ്യും എന്നത് 2024 മുദ്രാവാക്യമായി ഇന്ത്യ ഗവൺമെൻറ് തന്നെ മുന്നോട്ട് വെച്ചത് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ് ഡോക്ടർ ലാലെ? നമ്മളാരും ജനിച്ചിട്ടില്ല, ഈ ഇരിക്കുന്ന നമ്മളാരും ജനിച്ചിട്ടില്ല. 40 കോടി ജനങ്ങൾക്ക് താഴെ ഉള്ളൂ, അന്ന് ഏതാണ്ട് 36 കോടി ആളുകളേ ഉള്ളൂ. ഇപ്പോൾ 2025 അവസാനിക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെ ജനസംഖ്യ എത്ര? ഇന്ത്യയിലെ ചിലരെങ്കിലും അഭിമാനപൂർവ്വം പറയാറുണ്ട്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. ഇങ്ങനെ 143 കോടി ജനത എല്ലാം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ജനസംഖ്യയിൽ നമ്മൾ ചൈനയെ കടത്തിവെട്ടി എന്നുള്ളത്, ഒളിമ്പിക്സിൽ മെഡൽ കൂടുതൽ കിട്ടിയെന്ന് പറയുന്ന അഭിമാനത്തിലാണ് അത്തരത്തിൽ നമ്മൾ ചില ആളുകൾ പറയുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ജനസംഖ്യ കൂടുമ്പോൾ വോട്ടർമാരുടെ എണ്ണം കൂടുമോ കുറയുമോ? ഒരു സാധാരണ കുട്ടി, സാധാരണ 2-3 ക്ലാസ്സുകളിൽ കണക്ക് കൂട്ടി പഠിക്കുന്ന ഒരു കുട്ടി, ആൺകുട്ടിയോ പെൺകുട്ടിയോ ആവട്ടെ, ആ കുട്ടിയുടെ മറുപടി എന്തായിരിക്കും? ജനസംഖ്യ കൂടുന്നുവെങ്കിൽ വോട്ടർമാരുടെ എണ്ണം കൂടും, അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് 1ാം ഘട്ടം സെറിൻ്റേത് വന്നത്. അവിടെയാണ് 55 ലക്ഷം വോട്ടർമാരെ ആ വിധത്തിൽ വെട്ടിമാറ്റിയത്. 3 മാസത്തിനിടയിൽ 22 ലക്ഷം ആളുകൾ മരണപ്പെട്ടു പോയി എന്നാണോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിയ അശോക് ലവാസ തന്നെ ചോദിക്കുക. പക്ഷേ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിലുള്ള കാലയളവിൽ 47 ലക്ഷം ആളുകൾ ഒറ്റയടിക്ക് കൂടുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലേക്കുള്ള കള്ളക്കളി? അല്ല, അതിൻ്റെ പിന്നിലെ കാരണങ്ങളിൽ ചിലതൊക്കെ നമുക്ക് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില ക്ലിപ്പുകളിലേക്ക് പോയാലും ചിലപ്പോൾ കിട്ടിയേക്കും. ഈ ഒരു സ്ഥലത്ത് നിന്ന് മുങ്ങുന്ന വോട്ടർമാർ വേറെ ചില സംസ്ഥാനങ്ങളിൽ പൊങ്ങുന്നു, അവർ അവിടെ പിന്നീട് മുങ്ങും, അവിടെ നിന്ന് ചിലപ്പോൾ കേരളത്തിൽ വരും, ചിലപ്പോൾ കാശ്മീരിൽ പോവും. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന് അവരെ എങ്ങനെയായാലും ശരി ഞങ്ങൾ ചിലപ്പോൾ വോട്ട് നേടി ജയിക്കും എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ട്. ലാലെ, അതിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഇപ്പം അദ്ദേഹം ചർച്ചയില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത്, ഈ വോട്ടർ പട്ടികയിൽ ഇത്തരം കാര്യങ്ങളുമായി ഇത് പുതുക്കലാണ് നടക്കുന്നതെങ്കിൽ ശരി. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇന്നിപ്പോൾ സർവകക്ഷി യോഗത്തിലല്ല, അതിന് മുമ്പ് തന്നെ, ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 1950 ജനപ്രാതിനിധ്യ നിയമവും 1960 ഇതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങളുണ്ട്. 1960 ഇതുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് വന്നപ്പോഴും ഈ 2 കാര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ വോട്ടിങ്ങിനെ പോലെ മറ്റൊന്നുമില്ല എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് 1950 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റും 1960 വോട്ടർ രജിസ്ട്രേഷൻ റൂൾസും വെച്ചിട്ടാണ് എങ്കിൽ തൊട്ട് മുമ്പിലുള്ള കഴിഞ്ഞ ആ വോട്ടർ പട്ടിക വെച്ചാണ് പുതുക്കൽ നടക്കേണ്ടത്. അത് സമ്മറി സ്പെഷ്യൽ റിവിഷൻ മാത്രമല്ല, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ആയാലും അതാണ് നടക്കേണ്ടത്. ഇവിടുത്തെ ഒരു പ്രസക്തമായ ചോദ്യം 2002, 2003 കൊണ്ടുപോവുകയാണ്. ആലോചിച്ച് നോക്കണം. ഒരു 1/4 നൂറ്റാണ്ട് മുമ്പുള്ള വോട്ടർ പട്ടിക എടുത്ത് വെക്കുകയാണ്. ആ വോട്ടർ പട്ടിക വെച്ച് നമുക്കിതെല്ലാം അഴിച്ചാം കുഴച്ചാം ഒന്നേന്ന് തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ തുടങ്ങാമെന്നാണ് ഈ പറയുന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. നാട് വിട്ടു പോയവർ, ഇവിടെ മരണപ്പെട്ടു പോയവർ, മറ്റെവിടേക്കെങ്കിലും പോയവർ നിലവിലുള്ള വോട്ടർ പട്ടിക വെച്ചാണ് ഇത് ചെയ്യേണ്ടത്. ഇതാണ് ഭരണഘടനാപരമായ ഒരു ലംഘനം ആദ്യം ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. ശരി, പ്രൊഫസർ റോണി കെ ബേബി, നോക്കൂ, ഈ പറഞ്ഞ 2002 പോയി ആളുകൾ തെളിയിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. എന്യൂമറേഷൻ
ഫോംസ് മാത്രം പൂരിപ്പിച്ച് കൊടുത്താൽ മതി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ചീഫ് ഇലക്ടറൽ ഓഫീസർ പോലും അങ്ങനെയാണ് മാധ്യമങ്ങളിലൊക്കെ വന്ന് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇത് പൂരിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. ശരിയാണ്, ആദ്യത്തെ 1 മാസം പൂരിപ്പിച്ച് കൊടുത്താൽ മതി. പിന്നെയുള്ള 1 മാസം എന്താണ്? ഇതൊക്കെ പരിശോധിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ പരാതികൾ എവിടെയൊക്കെ ആരൊക്കെയാണ് ഉന്നയിക്കുക എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇതിനകത്ത് അങ്ങനെ വരുന്ന പരാതികൾക്ക് മേൽ തർക്കങ്ങൾ, അത് കോടതി കയറാം, ചിലപ്പോൾ അതിനപ്പുറത്തേക്കൊക്കെ പോകാം. അതിന് ശേഷമാണ് ഈ കരട് വോട്ടർ പട്ടികയുടെ തീരുമാനമൊക്കെ ഉണ്ടാകുന്നത്. അവസാന പട്ടിക ഫെബ്രുവരി മാസത്തിൽ പുറത്തിറക്കാനുള്ള പരിപാടിയുമാണ്. ഇതൊക്കെ ഈ ഭാഗത്ത് നടക്കുമ്പോഴാണ് ഒരാശങ്കയ്ക്കും വകയില്ല. നിങ്ങൾ വേണമെങ്കിൽ കോടതിയിലേക്ക് പൊക്കോളൂ, രാഹുൽ ഗാന്ധി എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. റോണി കെ ബേബി മറുപടി. ബീഹാറിലെ SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ സുപ്രീം കോടതി ആദ്യം ചോദിച്ച ഒരു കാര്യമുണ്ട്, ദ ടൈമിംഗ്. ഇപ്പോൾ ഇത് കൊണ്ടുവരാനുള്ള സമയം എന്താണ്, അതിന്റെ പ്രത്യേകത? അതാണ് ഇവിടെ ഇരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ടൈമിംഗ്, പ്രത്യേകിച്ചും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം നടക്കുന്നതോ തീരുന്നതോ അല്ല, അത് അനസ്യൂതമായി മുന്നോട്ട് പോകുന്നതാണ്. നമുക്കറിയാം, 1 വർഷത്തിൽ 3 തവണ നമുക്ക് ഈ പറയുന്ന കട്ട് ഓഫ് ഡേറ്റ് വെച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നമുക്ക് പുതിയ വോട്ടുകൾ രജിസ്റ്റർ ചെയ്യാം, റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്ഥലമാറ്റത്തിനുള്ള അപേക്ഷ കൊടുക്കാം. എല്ലാം ഇത് 365 ദിവസം അനസ്യൂതമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ ഇപ്പോൾ എന്താണ് ഇവർ പെട്ടെന്ന് ചടുലമായി ഇങ്ങനെ ഈ പ്രോസസ്സുമായി മുന്നോട്ട് വന്നത്? അത് വളരെ വ്യക്തമാണ്. കാരണം ഈ SIR നടപ്പാക്കുന്നതിന് മുമ്പുള്ള തട്ടിപ്പുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. കർണാടക ആയിക്കോട്ടെ, മഹാരാഷ്ട്ര ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹരിയാന ആയിക്കോട്ടെ, കർണാടക, അതെല്ലാം കൃത്യമായി പുറത്തു വന്നുകൊണ്ടിരുന്നപ്പോൾ വിവാദമാകുമ്പോൾ ഇത് ലീഗലൈസ് ചെയ്യുകയാണ്. തട്ടിപ്പ്, നമ്മൾ ഈ പറയുന്ന കറൻസി അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ഇത് ലീഗലൈസ് ചെയ്തു എന്ന് പറയുന്നത് പോലെ, ലീഗലൈസ്ഡ് പ്ലണ്ടറിങ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് പോലെ നിയമപരമായിട്ടുള്ള തട്ടിപ്പ്, ആ തട്ടിപ്പിനെ അല്ലെങ്കിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ട് ചോർച്ചയെ, ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ട് ക്രമക്കേടുകളെ അത് ലീഗലൈസ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുക. BJPയുടെ ബഹുമാനപ്പെട്ട വക്താവ് അദ്ദേഹം 2-3 പ്രാവശ്യം പറയുന്നത് കിട്ടും, എന്തുകൊണ്ട് നിങ്ങൾ കോടതിയെ സമീപിച്ചില്ല, എന്തുകൊണ്ട് നിങ്ങൾ കോടതിയെ സമീപിച്ചില്ല. ഈ ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം തന്നെ ഞാൻ അങ്ങനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അട്ടിമറിക്കപ്പെട്ടതാണ് എന്ന് കൃത്യമായി ബോധ്യം വന്നപ്പോൾ അവിടെ ചണ്ഡീഗഡ് ഹൈക്കോടതിയിൽ കേസുകൾ വന്നു. ചണ്ഡീഗഡ് ഹൈക്കോടതി അവിടുത്തെ CCTV ദൃശ്യങ്ങൾ, വെബ് ക്യാമറ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി തന്നെ പുറത്തു വിടുവാൻ വേണ്ടിയിട്ട് ഉത്തരവ് നൽകി. അപ്പോൾ എന്താണ് ചെയ്യുന്നറിയോ? കേന്ദ്ര നിയമ മന്ത്രാലയം പാർലമെന്റിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അമെൻഡ് ചെയ്തു. തന്നെ 10 ദിവസം പോലും കാത്തിരുന്നില്ല. ചണ്ഡീഗഡ് ഹൈക്കോടതിയുടെ വിധി വന്ന് 2 ആഴ്ചക്കുള്ളിൽ പാർലമെന്റ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അമെൻഡ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവിടാൻ പാടില്ല, ഇത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു വ്യാഖ്യാനം നൽകി എന്ത് ചെയ്തു? ആ തെളിവുകൾ പുറത്തുവിടാതെ അവിടെ മൂടി വെക്കപ്പെട്ടു. അപ്പോൾ വളരെ വ്യക്തം ഇവിടെ ഈ പറയുന്ന, അത് കർണാടക ആയിക്കോട്ടെ, ഇപ്പോൾ കർണാടകയുടെ കാര്യം 14 തവണയാണ് കർണാടകയിൽ അവർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അവിടെ അലന്ത് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ 6018 വോട്ടുകൾ അത് വെട്ടിമാറ്റിപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ CID ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തി 14 തവണ ഇലക്ഷൻ കമ്മീഷനെ കത്തിച്ചു. ഏത് IP അഡ്രസ്സിൽ നിന്നുമാണ്, കമ്പ്യൂട്ടറിലെ ഏത് IP അഡ്രസ്സിൽ നിന്നുമാണ്, ഏത് മൊബൈൽ ഫോൺ നമ്പറിൽ നിന്നുമാണ് 6018 അപേക്ഷകൾ ബൾക്കായി രാവിലെ വെളുപ്പിന് 3 മണിക്കും 3:15 ഇടയ്ക്ക് 40 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ 6018 അപേക്ഷകൾ ബൾക്കായിട്ട് എവിടെ നിന്നുമാണ് ഇത് അപ്ലോഡ് ചെയ്തത് എന്ന് 14 തവണ ഇലക്ഷൻ കമ്മീഷനോട് കത്ത് കൊടുത്തിട്ടും ഇന്ന് വരെ പ്രതികരിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. പിന്നെ നിങ്ങൾ പറയുന്നോടത്ത് നിങ്ങൾ പരാതി കൊടുത്തില്ല, കോടതിയിൽ പോയില്ല, അന്വേഷണം നടത്തുന്നില്ല എന്ന് പറയുന്നത് എന്ത് വ്യാഖ്യാനമാണുള്ളത്? വളരെ ഞാൻ ഒരു ഒറ്റ കാര്യം, ബീഹാറിൽ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ ബീഹാറിലെ SIRന്റെ അവസാന ലിസ്റ്റ് വന്നപ്പോൾ 47 ലക്ഷം വോട്ടർമാർ ഒഴിവായി, 27 ലക്ഷം പേർ കൂട്ടിച്ചേർക്കപ്പെട്ടു. അതിനകത്ത് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും അധികം വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് മഗധ റീജിയനിലാണ്. BJPക്കും ജനതാദളിയുടെ അവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ ഏറ്റവും അധികം വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടത് സീമാഞ്ചൽ മേഖലയിലാണ്. ബീഹാറിൽ ഒരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ തവണ 52 സീറ്റുകളിൽ 5000-ൽ താഴെ വോട്ടുകൾക്കാണ് ജയപരാജയങ്ങൾ നിശ്ചയിച്ചത്. സീറ്റുകളിൽ വെറും 500 വോട്ടുകളിൽ താഴെയാണ് ഭൂരിപക്ഷം. അപ്പോൾ വളരെ വ്യക്തമാണ് എന്തിനാണ് നിങ്ങൾ തിടുക്കപ്പെട്ട് നിങ്ങൾ എടുത്തു ചാടി ഇങ്ങനെ SIRമായി ബന്ധപ്പെട്ട് ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു SIR നടപ്പാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സമഗ്രമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കണമെങ്കിൽ
ഇപ്പോൾ വോട്ടർ പട്ടിക ഇവിടെ 2024 തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉപയോഗിച്ച വോട്ടർ പട്ടികയുണ്ട്. അപ്പോൾ നിങ്ങൾ 2002 വോട്ടർ പട്ടികയെ ആധാരമാക്കുമ്പോൾ നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ് 2024 നിങ്ങൾ അധികാരത്തിൽ വന്നത് ഇങ്ങനത്തെയുള്ള തട്ടിപ്പിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അധികാരത്തിൽ വന്നത്. നിങ്ങൾ തന്നെ സൃഷ്ടിക്കുകയാണ്. എനിക്ക് വളരെ പ്രസക്തമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ BJP ഇന്ത്യയിൽ ആദ്യമായി പൗരത്വ രജിസ്റ്റർ നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭം നടത്തുന്നത് ആസാമിലാണ്. 1985 ആസാം അക്കോർഡ് മുതൽ ആസാം കരാർ മുതൽ അവർ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ആസാമിൽ ഈ പറയുന്ന SIR-ുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാത്തത്? നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണമാണ് നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അടിയന്തരമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഭരിക്കുന്ന BJP ഭരിക്കുന്ന ആസാമിൽ ഇപ്പോൾ 13 സംസ്ഥാനങ്ങളിലെ കേന്ദ്ര പ്രദേശങ്ങളിൽ SIR നടപ്പാക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ നവംബർ 4 തീയതി മുതൽ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ആസാമിനെ ഒഴിവാക്കിയത് എന്ന് BJP പറയണം. അതിന് നിങ്ങൾ കൃത്യമായി മറുപടി പറയാത്തടത്തോളം കാലം നിങ്ങളുടെ ഇതിന്റെ അകത്തെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിനെ പിടിക്കുക, ജനാധിപത്യത്തെ അട്ടിമറിക്കുക. ഏതാനും മാസങ്ങളായി ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നിങ്ങൾ ചെയ്ത ഇതേ തട്ടിപ്പ് ലീഗലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതിനെ മതേതര കേരളം ചേർത്ത് തോൽപ്പിക്കും. സുപ്രീം കോടതി ഇന്ന് സർവകക്ഷി യോഗത്തിൽ ഏകകണ്ഠമായി BJP ഒഴികെ, കാരണം BJP എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുധാരയ്ക്ക് എന്നും വിരുദ്ധമായ നിലപാടെടുക്കുന്ന BJP മാത്രം ഇതിനെ ന്യായീകരിക്കുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ CPM ഉൾപ്പെടെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. നിങ്ങൾ നോക്കിക്കോ, സുപ്രീം കോടതി നാളെ ഇത് സ്റ്റേ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യമാണ് BJP. ശരി, ശ്രീ സുമിത് ജോർജ്, നോക്കൂ, ഈ കാര്യത്തിൽ നിങ്ങൾ നിയമപരമായി പോകൂ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ നിയമം അനുസരിച്ചാണ്, ഭരണഘടന അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഡോക്ടർ സമ്പത്ത് നേരത്തെ ചൂണ്ടിക്കാട്ടിയത് മുഴുവൻ ഭരണഘടനയാണ്. ഇപ്പോൾ റോണി കെ ബേബി പറഞ്ഞതെല്ലാം നിയമപരമായി പോയപ്പോൾ ഹരിയാനയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. സ്ത്രീകളുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് CCTV കൊടുക്കില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ സ്ത്രീകളാണോ മുഴുവൻ ഈ തരത്തിൽ വോട്ട് ചെയ്തിരിക്കുന്നത്? അവിടെ ഈ ബ്രസീലിയൻ മോഡലിനെ പോലെ ഉള്ള സ്ത്രീകളാണോ അവിടെ വന്നിരിക്കുന്നതെന്ന് ചോദ്യം വരും. അല്ലാത്തവരുണ്ടെങ്കിൽ ആ വോട്ടുകൾ കാണിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, അത്തരം ദൃശ്യങ്ങൾ കാണിക്കാമല്ലോ. ഇനി അതും അല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്താമല്ലോ. ഈ കാര്യങ്ങൾ പബ്ലിക് ആയി കാണിക്കുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് കോടതി നോക്കട്ടെ എന്നുള്ളത് നിങ്ങൾക്ക് ആ രീതിയിലൊരു നിലപാടെടുക്കാമല്ലോ. ഇതൊന്നും എന്തുകൊണ്ട് നിങ്ങൾ പോലും ആവശ്യപ്പെടുന്നില്ല? ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ നമ്മളിപ്പോൾ ഈ ബ്രസീലിയൻ മോഡലിനെ കുറിച്ച് ഇപ്പോൾ നമ്മളിവിടെ പലപ്പോഴും പറയുന്നത് കിട്ടും. ഈ ബ്രസീലിയൻ മോഡൽ ആരാണെന്ന് ഇപ്പോൾ ഞാൻ വേറൊരു ക്ലിപ്പിംഗ് കണ്ടു, അത് സെർച്ച് ചെയ്തിട്ട് പോലും കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒതൻസിറ്റി എന്താണ് അതിൻ്റെ ക്ലാരിറ്റി എന്നതിനെ സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട്, ഞങ്ങൾക്ക് സംശയമുണ്ട്. അതൊക്കെ ബോധ്യപ്പെടല്ലേ? അത് ഹരിയാനയിലെ ഒരു വോട്ടറാണെന്ന് തെളിയിച്ചാൽ മതി, ബ്രസീൽ അല്ലെങ്കിൽ വേറൊരു രാജ്യമായിക്കോട്ടെ. ഞങ്ങൾ പറയുന്നത് അത് തെളിയിക്കട്ടെ. ഞാൻ പറഞ്ഞ് ഈ തെളിയിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് തർക്കം ഉന്നയിക്കുന്നു. ഇപ്പോൾ ഇവിടെ പറയുന്നു ബ്രസീലിലെ മോഡൽ അല്ല എന്നുള്ളത് നിങ്ങൾ ഇതിനകം തെളിയിക്കാൻ തെളിയിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഈ തെളിയിക്കുന്ന കാര്യം പറയുമ്പോൾ എപ്പോഴും അത് നമ്മൾ തമ്മിലുള്ള ഒരു തർക്കമായി മാറണ്ട. തെളിയിക്കേണ്ടത് തെളിയിക്കപ്പെടേണ്ടടുത്ത് തെളിയിക്കണം, അത് തെളിയിക്കപ്പെടേണ്ടടുത്ത് കൊടുത്ത് തെളിയിക്കേണ്ടതാണ്. അതിനെ സംബന്ധിച്ച് നടക്കട്ടെ. ഞാൻ ഒരു വോട്ടർ വന്ന ഒരു ബൂത്തിൽ വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് അവിടെ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ തെളിയിക്കേണ്ടത് ഈ ചലഞ്ച് ചെയ്തവർ മാത്രമാണോ? അത് കൊടുക്കട്ടെ. ഡോക്ടർ ലാൽ ഈ പറയും 223 സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തു എന്ന് പറയുന്നു. തികച്ചും അത് ഈ പറയുന്നത് ഉൾക്കൊള്ളാനാവാത്ത ഒരു സംഭവമാണ്. തെളിവ് വെച്ചിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ കാരണം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പോരല്ലോ. അല്ല, ഈ പറയുന്നത് അത് ശരി. അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവർ പറയുന്നു പരാതികൾ കൊടുത്തിട്ടുണ്ട് പല സ്ഥലത്ത് വന്ന്. ഞാൻ പറയുന്നു മഹാരാഷ്ട്ര ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എത്ര മുമ്പാണ് ഇലക്ഷൻ കഴിഞ്ഞത്? ഹരിയാന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഇപ്പോഴാണോ ഇതിനെ സംബന്ധിച്ചുള്ള ക്ലാരിറ്റി കിട്ടുന്നത്? ഇത്രയും കാലം ഇതിനെ സംബന്ധിച്ചൊരു ബോധ്യമില്ല. അതിനകത്ത് ആഞ്ഞടിക്കുക സുവർണാവസരമായി കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് പിന്നീട് പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ. നോക്കൂ, ഇവിടെ മഹാരാഷ്ട്രയിൽ 50 ലക്ഷം വോട്ടർമാർ കൂടിയിരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്കൊരു അത്ഭുതം തോന്നില്ല? അതിനകത്ത് പരാതി വേറെ ആരെങ്കിലും വന്ന് പറയണം? പെട്ടെന്നൊരു ഇലക്ഷനിലേക്ക് 50 ലക്ഷം വോട്ടുകൾ കൂടുന്നത് എങ്ങനെയാണ്? ബീഹാറിൽ 50 ലക്ഷം പെട്ടെന്ന് താഴോട്ട് പോകുമ്പോൾ ശരി, ഞങ്ങളെല്ലാം അംഗീകരിച്ചു, ഇന്നലെ വരെ നടന്നതൊക്കെ എന്തോ ആയിക്കോട്ടെ എന്നുള്ളതാണോ നിങ്ങളുടെ നിലപാട്? ഞങ്ങളുടെ നിലപാട് അതൊന്നുമല്ല. രാജ്യത്ത് എല്ലാ കാലത്തും BJP അധികാരത്തിലേറുമ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളാണ്. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ബാലറ്റ് സംവിധാനത്തിലേക്ക് തിരിച്ചു വരണം, അത് നിങ്ങൾ അതിലേക്ക് തിരിച്ചു വരാത്തതുകൊണ്ട് ഇവിടെ ഭയങ്കര കുഴപ്പം നടക്കുകയാണ്, അതിൻ്റെ അകത്താണ് അട്ടിമറി എന്നാണ്. ഇപ്പോൾ പറയുന്നു ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ള പ്രശ്നമാണ്, അത് പരിഹരിച്ചാൽ ഈ വിഷയം മാറും.
ഇത് രാജ്യത്തുള്ള പ്രശ്നങ്ങളും കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളും നിങ്ങൾ പരിഹരിക്കണം. അല്ല, ആ പ്രശ്നങ്ങൾ അവർ പരിഹരിക്കുന്നതിന് പകരം കോൺഗ്രസിനോട് ചോദിക്കാം. പക്ഷെ നിങ്ങൾ ഇപ്പോൾ വന്ന പ്രശ്നങ്ങളെ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞങ്ങ് മയക്കാൻ പറ്റുമോ? ഞങ്ങൾ മയക്കണ്ടെന്ന്, ഇത് ഞങ്ങളെ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കണ്ട. നിങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായ നിയമ നടപടിയിലേക്ക് പോട്ടെ, അവിടെ തെളിയിക്കട്ടെ, അവിടെ തെളിയിച്ചിട്ട് അതിന് ശിക്ഷാ നടപടി ഞങ്ങൾ ഏറ്റുവാങ്ങിക്കോളാം. അതിന് ഇതുവരെ നിയമപരമായി പോയപ്പോൾ ഉണ്ടായ അനുഭവത്തെ സംബന്ധിച്ച് അതിന്റെ അടുത്ത സ്ഥലത്ത് അവർ പോകണം. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ ഇനിയിപ്പോ വേറെ സ്ഥലങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് ഇവർ കൊടുത്ത സംവിധാനത്തെ സംബന്ധിച്ച് ഇവർ എവിടെ പരാതി കൊടുത്തു? ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട്, അതിന് പബ്ലിക്കായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് സുമിത് ജോർജ്, നിങ്ങളൊക്കെ രാഷ്ട്രീയക്കാരല്ലേ? ഞാൻ ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായി ആദ്യം PDT ആചാര്യ വന്നെങ്കിലും 3 രാഷ്ട്രീയക്കാരെയാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങളൊക്കെ ഈ ജുഡീഷ്യറി കോടതി മുറികളിൽ കേൾക്കുന്ന കാര്യങ്ങൾ മാത്രം. ക്ഷമിക്കുക ഡോക്ടർ സമ്പത്ത്, താങ്കളൊരു അഭിഭാഷകൻ കൂടിയാണ്, ഞാൻ കോടതിയെ മോശപ്പെടുത്തി പറയുകയല്ല. പക്ഷേ രാഷ്ട്രീയക്കാരാണ് നിങ്ങളൊക്കെ. ജനങ്ങളോട് മുമ്പിൽ ചെന്ന് കാര്യങ്ങൾ പറയുന്നവരാണ്. അവിടെ ജനങ്ങളോട് നിങ്ങൾ കോടതിയിൽ പോയി പറയുന്നു പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്തിനാണ് ജനങ്ങളുടെ മുമ്പിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? കോടതി മതിയല്ലോ, വക്കീലന്മാരും നിയമ സംവിധാനവും മാത്രം മതിയല്ലോ. നിങ്ങൾ എന്തിനാണ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്? ചില കാര്യങ്ങൾക്ക് കോടതി തന്നെ വേണം, അതുകൊണ്ടാണല്ലോ കോടതി അവിടെ ഉള്ളത്. അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ വരുന്ന ചില കാര്യങ്ങൾക്ക് വേണം, അത് വേണമെന്നുള്ളതുകൊണ്ടാണ് ജുഡീഷ്യറി ഉള്ളത്, ഭരണഘടന ഉള്ളത്. ആ സംവിധാനങ്ങൾ അങ്ങനെ വേണം. അല്ലാണ്ട് നമ്മൾ ഒരു കവലപ്രസംഗം നടത്തുന്ന ലാഘവത്തിൽ നിങ്ങളൊക്കെ ഭരണത്തിലിരുന്ന ചില കാര്യങ്ങൾ വേണം. നിങ്ങൾ ഈ കോടതിയെ വല്ലാതെ സ്നേഹിക്കുന്ന നിങ്ങൾ എന്തിനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്ന സമിതിയിൽ നിന്ന് പുറത്താക്കിയത്? നിങ്ങൾക്ക് ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് BJPക്കെതിരെ നിങ്ങൾക്ക് പറയാൻ 100 കൂട്ടം വിഷയങ്ങളുണ്ടാവും. അതാണ് ഉത്തരം. എന്തുകൊണ്ട് നിങ്ങൾ കോടതിയെ ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കി? അല്ല, ഞാൻ പറയുന്നത് ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കിയതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ SIR നടപ്പാക്കുന്നതിനെ സംബന്ധിച്ചും ഈ രാജ്യത്ത് ഇത്തരത്തിൽ കുഴപ്പങ്ങളുണ്ടാകുമ്പോൾ അതിനെ ന്യായമായ രീതിയിൽ കോടതിയിൽ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കണമെന്ന് പറയുമ്പോഴും അതിനെ നിങ്ങൾ വളരെ വളരെ സിംപ്ലിസായി നിങ്ങൾ കാണുകയും അത് ഞങ്ങൾ വളരെ ചെറുതാക്കി കാണുന്നു അവകാശപ്പെടുകയും ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങൾ തുടർച്ചയായിട്ട് പറയുക രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് ചോദിച്ചാൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ കോടതിയിൽ പോകാനാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ എന്തിനാണ് അവിടെ? അല്ലെന്ന് നിങ്ങൾ പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ക്ലാരിറ്റിയെ സംബന്ധിച്ചാ നിങ്ങൾ ഇത് ഉയർത്തിപ്പിടിച്ചിട്ട് 223 വോട്ട് ബ്രസീലിയൻ മോഡൽ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ ക്രെഡിബിലിറ്റി എവിടെയാണ്? കോടതിയാണോ കണ്ടെത്തേണ്ടത്? നിങ്ങളല്ലേ ഈ സംവിധാനത്തെ തീരുമാനിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞാൽ മതിയോ സത്യമാണോ നുണയാണോ? അല്ല, നിങ്ങളാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ നിയമം മാറ്റിയത് നിങ്ങളാണല്ലോ. എന്നിട്ട് അവിടെ ഈ സംവിധാനത്തെയൊക്കെ നിങ്ങൾ വെച്ച് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ നിങ്ങൾ ലോകത്തിന് മുമ്പിൽ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നു. അതിനു വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നിങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്, ഉദ്യോഗസ്ഥരെ, പോലീസിനെ, ബാക്കി എല്ലാത്തിനെയും. എന്നിട്ട് അതിനകത്തൊരു പ്രശ്നം വരുമ്പോൾ, നടത്തിപ്പിൽ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ കോടതിയിലേക്ക് പൊക്കോളൂ എന്നാണ് ജനങ്ങളോട് പറയുന്നത്. ജനങ്ങളോടല്ല പറഞ്ഞത്, ഇത് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനോടാ. ജനങ്ങളോടല്ല പറഞ്ഞത്, സ്ഥിരമായിട്ട് ഉന്നയിക്കുക അദ്ദേഹത്തോടാണ് പറഞ്ഞത്. ഇതിവിടെ ഇത്തരത്തിൽ നമ്മൾ പറയുന്നത് എല്ലാ കാലത്തും ഒരു മൂടുപടമുണ്ടാക്കി എന്തിനാണ് ഇത്തരത്തിൽ? നമ്മൾ ഒരു സംവിധാനമുള്ളപ്പോൾ ആ സംവിധാനത്തിനകത്ത് പോകാമല്ലോ. നിങ്ങൾ പറയുന്നു ആരോപണം ഉന്നയിച്ചു, ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ ആരോപണം ഉന്നയിച്ചോ, ഞങ്ങൾക്ക് അതിന് പ്രശ്നമില്ല. പക്ഷേ അത് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ എന്തിനു ഏറ്റെടുക്കണം? അത് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത വിഷയത്തിൻ്റെ അക്കൗണ്ടബിലിറ്റി ഞങ്ങൾ എന്തിനെടുക്കണം? അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. കോൺഗ്രസ് ഇപ്പോൾ ഞാൻ പറയുന്നു, കോൺഗ്രസ് ഹരിയാനയിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ പറയുന്നു അവിടെ കർഷകരുടെ വലിയ സമരം നടന്ന സ്ഥലമാണ്, അത് മുഴുവൻ അവർക്ക് അനുകൂലമായി നിന്നിരുന്നതാണ്, പിന്നെ എങ്ങനെ പരാജയപ്പെട്ടു എന്നാണ് ചോദിക്കുക. അവിടെ പരാജയപ്പെട്ടു അല്ലല്ല, അവർ ആ പറഞ്ഞതിനൊക്കെ നമുക്ക് അവരോട് മറുപടി ചോദിക്കാം. പക്ഷേ ഇവിടെ പറഞ്ഞ ചില കണക്കുകളുണ്ട് സാർ. ആ കണക്കുകൾ നിങ്ങൾ കോടതിയിൽ പോയി ഇത്രയും വിശദീകരിക്കുന്ന താങ്കൾക്ക് ഈ കാര്യത്തിൽ വിശദീകരണമില്ല. നിങ്ങൾ കോടതിയിൽ പോയാൽ മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് താങ്കൾ പറയുന്നത്. അസാധു വോട്ടുകൾ, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ, ഈ പറഞ്ഞ ഇരട്ട വോട്ടുകൾ, ഈ വ്യത്യസ്ത പേരുകളിലെ വോട്ടുകൾ, ഇനിയൊക്കെ ഞാൻ എന്തിനാ ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത്? ഫോട്ടോ പോലും ഇല്ലാത്ത വോട്ടർ പട്ടിക, ചില ആളുകൾക്ക് ഫോട്ടോ ഇല്ല, ഒരേ ഫോട്ടോയിൽ എത്രയധികം വോട്ടുകൾ, ഇതൊക്കെയാണ്. എന്നിട്ട് നിങ്ങളിപ്പോൾ പറയുന്നു അതിനൊന്നും ഞാൻ ഉത്തരം പറയില്ല, അത് കോടതിയിൽ പോയിക്കോളൂ എന്നാണ്. അല്ലെന്നേ, ഇത് നേരത്തെ ഉന്നയിച്ച ആരോപണത്തിനനുസരിച്ചാണ് മറുപടി പോലും പറയണ്ടല്ലേ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഇത് വെറുതെ ഞെക്കിയാൽ മതി, മൊത്തം അക്കൗണ്ടിലേക്ക് കയറിക്കോളൂ എന്നാണ് പറഞ്ഞത്. ആ മെഷീൻ മാത്രം മതി, മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് നിയന്ത്രിക്കുന്ന വേറെ സ്ഥലത്തു നിന്നാണ്, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് ഉദ്ദേശിക്കുന്ന പോലെ വോട്ട് കിട്ടുമെന്നാണ് ഇവിടെ പറഞ്ഞു നടന്നത്. അതിനേക്കാൾ വലുതാണ് പ്രശ്നമെന്ന് ഇപ്പോൾ മനസ്സിലായി. ആ വിഷയം നടക്കുന്നില്ല. ഇപ്പോൾ ആ മെഷീൻ കംപ്ലൈൻറ്റ് മാറിയോ? അതിന്റെ കംപ്ലൈന്റ് ഇല്ലേ? അതായിക്കോട്ടെ, അത് നിങ്ങൾ അവരോട് ചോദിച്ചോളൂ. അതാണ് രാഷ്ട്രീയം, നിങ്ങൾ അതാണ് ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത്. നിങ്ങൾക്ക് അന്നത്തെ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം വന്നു, പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. അപ്പോൾ ഒരു ഉത്തരം വന്നു. ഇപ്പോൾ
അല്ല, എന്താണ് താങ്കൾ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർ പറഞ്ഞത് ഞാൻ ആവർത്തിച്ചത്. അല്ലല്ല, താങ്കൾ പറഞ്ഞു ഒരു ഉത്തരമായിട്ട് അന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണെന്ന് താങ്കൾ ഇപ്പൊ പറഞ്ഞു. ഇന്നത്തെ ചോദ്യത്തിന് ഇനിയും 10 കൊല്ലം കഴിഞ്ഞായിരിക്കും താങ്കളുടെ ഉത്തരം വരുന്നത്. ഡോക്ടറെ, ഞാൻ ബഹുമാനത്തോടെ പറയട്ടെ, ഈ വിഷയത്തിൽ നിവൃത്തി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സംവിധാനവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവിടെ രാജ്യത്ത് ഭരണഘടനയും നിയമവും അനുശാസിക്കുന്നത് അതിനനുസരിച്ച് പോവുകയും അത് ബോധ്യപ്പെടുത്തണമെങ്കിൽ അത്തരത്തിൽ ലീഗലി പബ്ലിക്കായിട്ട് വന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് അത് ബോധ്യപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ മാത്രമേ ഇവിടെ ഈ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളാണ് ഡോക്ടർ സമ്പത്ത് ഇവിടെ വിശദീകരിച്ചത്. ആർട്ടിക്കിൾ 324 കാര്യങ്ങളൊക്കെ നേരത്തെ PDT ആചാര്യയും പറഞ്ഞു. മറ്റ് പാർട്ട് 1ലെയും പാർട്ട് 2ലെയും വിവിധ ആർട്ടിക്കിളുകളിൽ പറയുന്നത് എന്താണെന്ന് അദ്ദേഹം വിശദമായി പറഞ്ഞു. നിങ്ങൾക്ക് ആ കാര്യം കേട്ടത് മാത്രമേ ഉള്ളൂ, മറുപടിയില്ല. രണ്ടാമത്തെ കാര്യം, നിയമപരമായി എന്താണ് ഹരിയാനയിൽ സംഭവിച്ചത് കോടതിയിൽ കേസെത്തിയപ്പോൾ എന്നുള്ളതാണ് നേരത്തെ ഹരിയാനയിലെ പ്രശ്നത്തിൽ പറഞ്ഞത്. അതിനും ഒന്നും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. അല്ല, ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻക്ലൂഷൻ ഉൾക്കൊള്ളുന്നതോടൊപ്പം ഞാൻ പറയുന്നത് ഈ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന സംവിധാനം, ഞാൻ ചോദിക്കുന്നത് ഈ ഇലക്ഷൻ കമ്മീഷനിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഇൻക്ലൂഷൻ മാത്രം മതിയോ? ഇതിൻ്റെ അകത്ത് പെശകുണ്ടെങ്കിൽ ഇവരെ ഒഴിവാക്കേണ്ട ഒരു സംവിധാനം ഒരിക്കലും ഇതിൻ്റെ അകത്ത് നടപ്പാക്കുവാൻ പാടില്ല. അല്ല, പെശകുണ്ടെങ്കിൽ ഒഴിവാക്കണം. ഈ താങ്കൾ ഈ പറഞ്ഞതുപോലെ നിഷ്കളങ്കമായിട്ട് കാര്യങ്ങളെ കാണുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ വാദത്തിന് വേണ്ടി പറയുകയാണ്. പക്ഷേ ഇതാ നോക്കൂ, കേരളത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴാണോ ഇത് ഈ പെശക് തിരുത്താൻ തോന്നിയത്? 2002-ലെ തെരഞ്ഞെടുപ്പ് പട്ടിക എങ്ങനെയാണ് താങ്കൾ അടിസ്ഥാനപരമായി കൊണ്ടുവരുന്നത്? അല്ല, അത് തന്നെയാണല്ലോ ഞാനും അങ്ങോട്ട് ചോദിച്ചത്. ഈ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തിരുത്താൻ ഇവർക്ക് ഇപ്പോഴാണോ എന്ന് ചോദിച്ചപ്പോൾ അവരും ഒന്നും പറഞ്ഞില്ലല്ലോ. ആ വിഷയത്തിൽ മറുപടി ഇല്ലല്ലോ. ഇലക്ഷൻ കമ്മീഷൻ, ഞാനല്ല, ഇലക്ഷൻ കമ്മീഷൻ നടപ്പാക്കിയ വിഷയത്തെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ ക്ലാരിറ്റി ഉണ്ട്. അതിനെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. ഞാൻ മറുപടി പറഞ്ഞത് രാഷ്ട്രീയപരമായ മറുപടിയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ മറുപടി എനിക്ക് പറയുവാൻ കഴിയില്ല. താങ്കൾ ഒരു ഉത്തരവും പറഞ്ഞില്ല ഇതിനകത്ത്. ശരി, ഡോക്ടർ സമ്പത്ത്, നോക്കൂ, ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്നോ ഭരണഘടനയിൽ നിന്നോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നോ ഉത്തരം കിട്ടും എന്ന പ്രതീക്ഷയുണ്ടോ? BJP പറയുന്നതിനോട് എന്താണ് മറുപടി? ഞാനിപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കാനൊന്നും ഞാൻ ആളല്ല. ഇവിടെ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി നമ്മുടെ ബഹുമാന്യനായ പ്രൊഫസർ റോണി ഒരു കാര്യം സൂചിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്ത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ കള്ളപ്പണം പിടിക്കാനാണ്, അല്ലെങ്കിൽ കള്ളപ്പണക്കാരെ പിടികൂടി ജയിലിലിടാനാണ്, ഭീകരവാദത്തെ തടയാനാണ്, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ഡിമോണിറ്റൈസേഷൻ്റെ കാര്യം എല്ലാം നമ്മൾ അനുഭവിച്ചതാണ്. അതിൻ്റേതായിട്ടുള്ള യാതനകളെല്ലാം 143 ആളുകൾ അങ്ങനെ സ്വന്തം പണമെടുക്കാനായി ATMൻ്റെ മുമ്പിലും ബാങ്കിൻ്റെ മുമ്പിലും നിന്ന് കുഴഞ്ഞു വീണ് മരിച്ചത്, അതെല്ലാം തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് പറയേണ്ടതായിട്ട് വരും. ഇത് പരിഹരിച്ചില്ല എങ്കിൽ 50 ദിവസത്തിനകം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ തൂക്കിക്കൊന്നോളൂ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അടക്കമുള്ളൊരു നാടാണ്. ഞാൻ ഈ വധശിക്ഷയ്ക്കെതിരുമാണ്. ഇവിടെ ഒരു കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ, നമുക്കെല്ലാം അറിവുള്ള, ഇറ്റ്സ് ഓൺ റെക്കോർഡ്. എന്താണ്? ഇപ്പോൾ ഹരിയാനയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തെ സംബന്ധിച്ചാണല്ലോ ഇവിടെ പറഞ്ഞത്. ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ് മറന്നുപോയോ നമ്മളെല്ലാവരും? അങ്ങനങ്ങ് മറക്കാൻ പറ്റുമോ? പിന്നീട് ആരെ വിലക്കെടുത്താലും എങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നാലും 2024 ആണ്ട് 20-ാം തീയതി, ഫെബ്രുവരി മാസം 20-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നൊരു വിധിന്യായം ഉണ്ടായല്ലോ. സുപ്രീം കോടതി റെക്കോർഡ്സും സുപ്രീം കോടതി ഒബ്സർവറും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഞാനിവിടെ വായിക്കുന്നില്ല. BJPയുടേതായി നോമിനേറ്റ് ചെയ്യപ്പെട്ടതായ ഒരു മുനിസിപ്പൽ അംഗം തന്നെ വരണാധികാരിയായി ഇരുന്നു കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ ജയിച്ചതായ സ്ഥാനാർത്ഥിയെ തോറ്റതായി പ്രഖ്യാപിക്കുന്നതിന് 8 വോട്ടുകൾ ബാലറ്റായിരുന്നിട്ട് പോലും ആ ബാലറ്റുകൾ അദ്ദേഹം അത് തൻ്റെ കയ്യിലേക്ക് വാങ്ങിച്ച് അതിൽ കൃത്രിമം നടത്തി പെട്ടിയിലിട്ട് എന്നിട്ട് 8 വോട്ടിന് ജയിച്ച സ്ഥാനാർത്ഥിയെ 3 വോട്ടിന് തോറ്റതായി അങ്ങനെ പരാജയപ്പെട്ടതായി പ്രഖ്യാപിച്ചു എന്നുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശ്രീ DY ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി ബെഞ്ച് കുൽദീപ് കുമാർ എന്ന BJPയുടേതായിട്ടുള്ള വരണാധികാരി, ആ വരണാധികാരി തോറ്റതായി പ്രഖ്യാപിച്ച ആളിനെ ജയിച്ചതായി പ്രഖ്യാപിച്ചത് ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ക്യാമറ, CCTV ക്യാമറ ഉറങ്ങാതെ എല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട്. എന്താ BJP അന്ന് പറഞ്ഞത് സുപ്രീം കോടതിയിൽ? BJPക്ക് വേണ്ടി സർക്കാർ വക്കീൽ പറഞ്ഞത്, നേരത്തെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉണ്ടല്ലോ, ഹൈക്കോടതി ഇത് ഈ പറയുന്നതായിട്ടുള്ള തോറ്റ ആളിൻ്റെ, ഇങ്ങനെ ജയിച്ച ആളിൻ്റെ തിരഞ്ഞെടുപ്പ് അത് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു. തോറ്റത് തന്നെ എന്നുള്ളതല്ല. അങ്ങനെയാണ് സുപ്രീം കോടതിയിലേക്ക് പോയത്. ഇവിടെ ഇത് ഹാജരാക്കിയപ്പോഴാണല്ലോ പിടികൂടപ്പെട്ടത്. ഞങ്ങൾ ഒന്നുകൂടി തെരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ വിലക്കെടുക്കാൻ കഴിയുമെന്നുള്ള നിലയിലേക്ക് സുപ്രീം കോടതി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പറഞ്ഞു, ഇവിടെ തോറ്റതല്ല, തോൽപ്പിച്ചത്, കൃത്രിമം നടത്തിയത്, നിങ്ങൾ പ്രോസിക്യൂഷന് വിധേയമാകേണ്ടി വരും എന്ന് പറഞ്ഞു. ഓർമ്മയില്ലേ BJPക്ക്? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് അവർ കാണിച്ചു തന്നല്ലോ. നമുക്കിത്തരം കാര്യത്തിൽ എല്ലാം കോടതിയിൽ പോകട്ടെ എന്നുള്ള നിലയിലേക്ക്. ഞാനൊന്ന് പറയട്ടെ, 2004 ആണ്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ നടാടെ ആദ്യമായി NDAയുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചത്. എവിടെ നിന്നാണ് ജയിച്ചത്? മൂവാറ്റുപുഴയിൽ നിന്നാണ് ജയിച്ചത്. മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അന്ന് വിജയിച്ചതായ സ്ഥാനാർത്ഥി, അങ്ങനെ യൂണിയൻ സഹമന്ത്രി വരെയായ സ്ഥാനാർത്ഥി
പലപ്പോഴും MP ആയിരുന്നു അദ്ദേഹം, ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി സഹ ഇസ്മായിലായിരുന്നു, ചുറ്റിക്കാരുവാൾ നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച സഹ ഇസ്മായിൽ നേരിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്, 500ഓളം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ആ തെരഞ്ഞെടുപ്പിൽ വംശീയ വിദ്വേഷം, സാമുദായിക ധ്രുവീകരണം, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം എല്ലാം നടത്തിയതായിട്ടുള്ള ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ലംഘനം നടത്തിയതായ സ്ഥാനാർത്ഥി വിജയിച്ചതിനെതിരെ കേസ് കൊടുത്തു. ഹൈക്കോടതി നേരിട്ട് വിചാരണ നടത്തുന്ന ഒരൊറ്റ കേസുകളിലേ ഉള്ളൂ, ഒരേ തരം കേസുകൾ. ഏതെന്നറിയോ? ഇലക്ഷൻ ഹർജികളിൽ മാത്രം. ആ ഇലക്ഷൻ ഹർജിയിൽ കേരള ഹൈക്കോടതി കേട്ടതായിട്ടുള്ള വിധിന്യായം, അതിന് പിന്നീട് സുപ്രീം കോടതി വരെ പോയത് അപ്പീല്. സുപ്രീം കോടതിയിൽ എന്ത് പറഞ്ഞു? ഇസ്മായിലാണ് വിജയിച്ചതെന്നുള്ള നിലയിലേക്ക്, അവിടെ വിജയിച്ചതായ NDA സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതാണ് എന്നുള്ള നിലയിലേക്ക്. എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെയും ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെയും നഗ്നമായ ലംഘനമാണ് നടന്നത് എന്നുള്ള നിലയിലേക്ക്. പക്ഷേ അതെല്ലാം വന്ന സമയത്ത് 2009 തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം പാർലമെൻറ്റിലേക്ക്, ഡൽഹിയിലേക്ക് എത്തി. മൂവാറ്റുപുഴ മണ്ഡലവും ഇല്ലാതായി. ഇതൊക്കെയാണ് നടക്കാറുള്ളത്. പശു ചത്ത് ഈ പാല് പിരിഞ്ഞ് മോരിലെ പുളിയും പോയി കഴിഞ്ഞതിന് ശേഷം ജനങ്ങളോടാണ് ഉത്തരവാദിത്വം. രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനങ്ങളോടാണ് ആദ്യത്തെ ഉത്തരവാദിത്വം. ആ ജനങ്ങളോടാണ് പറയേണ്ടത്. എല്ലാവരും തുല്യരാകുന്നത് ഒരിടത്തു മാത്രമാണ്, അത് വോട്ടർ പട്ടികയിൽ പേരുണ്ട്, നമ്മൾ വോട്ട് ചെയ്യാനായി എത്തുമ്പോഴാണ്. ഇവിടെ 2002, 2003 മുമ്പുള്ള വോട്ടർ പട്ടികയിൽ പേരുണ്ട് എങ്കിൽ പ്രിസംഷൻ ഇവിടെ സമ്പത്തിനും അതുപോലെ തന്നെ ശ്രീ റോണിക്കും അതുപോലെ തന്നെ ഡോക്ടർ ലാലിനും, ഇവിടെ BJPയുടെ പ്രതിനിധിയായി ഇപ്പോൾ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ ചങ്ങാതി സുമിത് ജോർജ്, സുമിത്ത് നമ്മളെല്ലാവരും 2002-2003 വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞുള്ള പ്രിസംഷൻ നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് എന്നാണ് സുമിത്ത്. 2003 ശേഷമാണ് എങ്കിൽ നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു പ്രിസംഷൻ എടുക്കുന്നില്ല. അങ്ങനെ വന്നാൽ എന്താണ്? അച്ഛൻ്റെ, അമ്മയുടെ, അവരുടെ എല്ലാം പൗരത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരിക എന്നുള്ളത് സംബന്ധിച്ചാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനായി അത്തരത്തിൽ സമ്മതിദായകരുടെ പട്ടികയിലേക്ക് ആളുകളെ ചെന്ന് കണ്ടെത്തി ചേർക്കുന്നതിന് പകരം അവരോട് പറയുകയാണ്, ഇതെല്ലാം കൊണ്ടുവരണം. മരിച്ചുപോയ അച്ഛൻ്റെ, അവരുടെ എല്ലാം ഈ ജനന തീയതി, അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ്, ഇത്തരം കാര്യങ്ങളെല്ലാം. ഇവിടെയാണ് ഒരു ചോദ്യം ചോദിച്ചത്, എന്തുകൊണ്ട് ഇതിനുശേഷം നിരവധി തെരഞ്ഞെടുപ്പുകൾ നടന്നു, ഇപ്പോഴത്തെ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം എന്താ തീവ്ര പരിഷ്കരണം പോലും നടത്തുന്നില്ല? ഇത് മാത്രമല്ല, ഒരുപക്ഷെ നരേന്ദ്രമോദി പോലും പ്രധാനമന്ത്രിയായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പോലും നടന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല, കേരളത്തിലെ ഈ പറയുന്നതായിട്ടുള്ള നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളത് ആരാണ് വോട്ടർമാരെ ചേർക്കാനായി ഉദ്യോഗസ്ഥന്മാരോടൊപ്പം പോകേണ്ടത്? ഉദ്യോഗസ്ഥന്മാർക്ക് ആരെ അറിയാം? എവിടെ ചെന്നാലും ഇത്തരം കാര്യങ്ങളിൽ പലയിടത്തും വന്നിട്ടുള്ള പല ആളുകളാണ്. നമ്മുടെ 3 രാഷ്ട്രീയ കക്ഷികളുടെ മുന്നണിയിൽപ്പെട്ടവരായിട്ടുള്ള കാലാൾപ്പടയായി പ്രവർത്തിക്കുന്ന ആളുകൾ ഇന്ന് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന 1200-ലധികം. സുമിത് ജോർജ്, നോക്കൂ, ഇതാ ഇപ്പോൾ കേരളത്തിന്റെ കാര്യം എടുക്കുക, അത് മാത്രമാണ്, നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ SIR നടപ്പിലാക്കി തുടങ്ങുന്നു എന്നാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും 2002 മുമ്പുള്ള വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരുടെ കാര്യത്തിൽ ഡോക്ടർ സമ്പത്ത് പറഞ്ഞ ആശങ്കയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ എന്യൂമറേഷൻ ഫോം മതി, പക്ഷേ അത് പിന്നീട് തെളിയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും പ്രശ്നത്തിലാകുന്ന കാര്യങ്ങളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തർക്കങ്ങൾ അതിൻ്റെ പേരിൽ മാത്രമാണ്. ഇതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ നമ്മുടെ 2002 കാര്യങ്ങൾ പറയുമ്പോൾ ആധാറുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നേരത്തെ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ഐഡിയ ഒക്കെ ആയിട്ട് കൊടുത്തിരുന്നത്. അതിലൊക്കെ ഇത് ഞങ്ങൾ കരുതുന്ന കാര്യമാണ് പറയുന്നത്, നിങ്ങൾ കരുതുന്നതല്ല. അതിലൊക്കെ വളരെയധികം കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വോട്ടർ പട്ടികയിൽ കുഴപ്പങ്ങളുണ്ട്. അന്ന് ആ സമയത്തൊക്കെ UPA ഭരണത്തിലിരുന്ന സമയത്ത് അത്തരത്തിൽ പല തിരിമറികൾ, അതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ആ തെരഞ്ഞെടുപ്പ്, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് നടന്ന ഒരു ജനാധിപത്യ പ്രക്രിയയെ സംരക്ഷിക്കാനാണല്ലോ നമ്മൾ നോക്കുന്നത്. എന്തായാലും ഇത്രയധികം കാര്യങ്ങൾ നമ്മളിങ്ങനെ വന്നല്ലോ. ഇനി നിങ്ങൾ പോലും അധികാരത്തിലേക്ക് 2002 പട്ടിക വെച്ചല്ലോ വന്നത്, 2014 വന്നു. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടം കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നാൽ മതിയല്ലോ. അതാണല്ലോ ആക്ട് പറയുന്നത്. അല്ല, ഇത് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നയത്തിലേക്ക് വന്നു, അത് നടപ്പാക്കുന്നു. ആ നടപ്പാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഒരു പാർട്ടി എടുത്ത നിലപാടിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. പാർട്ടി അതിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ച് അത് നടക്കുന്നതിൽ ആഗ്രഹം വ്യക്തമാണ്. കേരളത്തിലെ കാര്യത്തിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ല, കേരളത്തിലെ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതിന് BJP സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. കാരണം BJP പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്നു. ഇപ്പൊ ഇവർ തമ്മിലൊരു വ്യത്യാസമില്ല. BJP പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ഭാഷയും പിന്നെ പറയുന്നതല്ല ഒന്ന് തന്നെ, രണ്ടും ഒരു വ്യത്യാസമില്ല. രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് 6-ാം തീയതി ആദ്യം ആരോപണം ഉന്നയിച്ചപ്പോൾ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ന്യായീകരിച്ചു വന്നത് BJP ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും 10 ദിവസം എടുത്തു ഒരു പത്രസമ്മേളനം നടത്തി മറുപടി പറയാൻ വേണ്ടിയിട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും പറയാൻ ഉത്തരവില്ലാത്ത പല കാര്യങ്ങളിലും ഇന്ന് ഉത്തരം പറയുന്നത് BJP. അതുകൊണ്ട് രണ്ടുപേരുടെയും ഭാഷ ഒന്ന് തന്നെയാണ്. പിന്നെ ബീഹാറിൽ ഇപ്പോൾ തന്നെ മരിച്ചുപോയി എന്ന് പറഞ്ഞ പല ആളുകളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെ ഇത് പത്രസമ്മേളനത്തിൽ വ്യക്തമായി. ഇത് തന്നെ കേരളത്തിൽ വരാൻ പോകുന്നത്.
എന്ന് പറയുന്നത് 24 ലക്ഷം ആളുകളാണ് കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികൾ. 90,000 ആളുകൾ നിലവിൽ പട്ടികയുള്ളൂ. ബാക്കിയുള്ള ആളുകളെ മുഴുവൻ അവർക്ക് ഒരു അവസരം പോലുമില്ല ഈ പറയുന്ന പുതിയ SIR വരുമ്പോൾ ഈ പട്ടികയിൽ ചേരാനായിട്ട്. ഇത് തന്നെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഇവിടുത്തെ പ്രത്യേക ഒരു വിഭാഗത്തെ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്നും ഒഴിവാക്കുക, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക, ഇവർക്ക് ജയിക്കുക. ഡോക്ടർ സമ്പത്ത്, അപ്പോൾ ഈ കാര്യങ്ങളെ നിയമപരമായി സംസ്ഥാനം കോടതിയിൽ നേരിടും, അതേസമയം രാഷ്ട്രീയമായി നിങ്ങൾക്ക് പറയാനില്ലേ കാര്യങ്ങൾ? നിശ്ചയമായി ഞങ്ങൾ രാഷ്ട്രീയമായി നിയമപരമായി നേരിടും. രാഷ്ട്രീയമായി നേരിടും എന്ന് പറഞ്ഞത് ജനങ്ങളോട് ഇക്കാര്യത്തെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഐക്യനിര പടുത്തുയർത്തി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലെ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയെ അഭംഗുരം സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. 2, നിയമപരമായി ഭരണഘടനാപരമായി അത്തരത്തിലുള്ള ആ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റേതായ നിയമ പോരാട്ടം നടത്തും. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒറ്റ കാര്യം, 2025 മെയ് മാസം 10-ാം തീയതി CPIM-ൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബിയും പൊളിറ്റ് ബ്യൂറോ അംഗം സഖാവ് നിലോൽപൽ ബാസുവും കൂടി 14 കാര്യങ്ങൾ പ്രധാനപ്പെട്ടത്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പും മറ്റ് ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട കുറേ ഡിസ്ക്രിപ്പൻസീസ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അത്തരത്തിൽ നിവേദനം നൽകിയിട്ട് നാളെ ഇതുവരെ ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല. അതിൽ പ്രധാനമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, 1ഉം 2ഉം ഘട്ടം വോട്ടെടുപ്പ് നടന്ന ഏപ്രിൽ 19-ൻ്റെയും 26-ൻ്റെയും അതിൻ്റെ ഡാറ്റ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്ലോഡ് ചെയ്തത് ഏപ്രിൽ 30-ാം തീയതിയാണ് എന്ന കാര്യമാണ്. ആലോചിച്ച് നോക്കണം. ഇതാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതായത് ഇത്രയധികം ലാപ്സുകളുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് തീരുമാനമെടുത്ത് മാറ്റാൻ പറ്റില്ല. BJP ആഗ്രഹിക്കുമ്പോഴാണ് ആ കാര്യങ്ങൾക്ക് തീരുമാനം വരേണ്ടത്. അവർ ആഗ്രഹിച്ചതല്ല ഇലക്ഷൻ കമ്മീഷനാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടു, ഞങ്ങളെ ബാധിക്കില്ലല്ലോ, ഈ പറഞ്ഞ വോട്ടർ പട്ടികയിൽ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളെ ബാധിക്കുന്നില്ലല്ലോ, അപ്പോൾ ഇനി ഇത് പ്രശ്നം ഞങ്ങൾക്കുള്ളതല്ല, അതുകൊണ്ട് കേരളത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേട്ട കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൃത്യമായി വന്നിരുന്നു എങ്കിൽ നമുക്കത് സമ്മതിച്ചു കൊടുക്കാമായിരുന്നു. ഉത്തരങ്ങളില്ല, കോടതിയിലേക്ക് പോകാനാണ് പറയുന്നത്. അതാണ് പ്രശ്നവും. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ സമ്പത്ത്, ഒപ്പം പ്രൊഫസർ റോണി കെ ബേബി, സുമിത് ജോർജ്, PDT ആചാരി. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.